لله رب العالمين وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلى الله وسلم وبارك عليه وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين أما بعد. ബഹുമാന്യരായ സഹോദരങ്ങളെ, വിശുദ്ധ റമദാൻ ഇനി കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖോടുകൂടി വന്നെത്താൻ നിൽക്കുകയാണ്. റമദാനിന് മുൻപ് നോമ്പുമായി ബന്ധപ്പെട്ട വിധിവിലക്കുകൾ പഠിക്കാൻ വേണ്ടി സമയം മാറ്റിവെക്കുക എന്നുള്ളത് റമദാനിനെ ബസീറത്തോടുകൂടി തയ്യാറെടുപ്പോടുകൂടി സ്വീകരിക്കാൻ സഹായിക്കുന്ന കാര്യമാണ്. ഏതൊരു പ്രവൃത്തിയും ഏതൊരു അമലും ഇൽമിൻ്റെ അടിസ്ഥാനത്തിൽ, വ്യക്തമായ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുമ്പോൾ അത് വ്യക്തമായ ബസീറത്തോടുകൂടി സമാധാനത്തോടുകൂടി അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചതു പ്രകാരം നിർവഹിക്കാൻ നമുക്ക് സഹായകമാവുന്നതാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ അവിടുന്ന് പറഞ്ഞു, സല്ലു കമാ റഅയ്തുമുനി ഉസല്ലി, ഞാൻ നിസ്കരിക്കുന്നത് എങ്ങനെയാണോ നിങ്ങൾ കണ്ടത് അതുപോലെ നിങ്ങൾ നിസ്കരിക്കണം. അവിടുന്ന് ഹജ്ജിൻ്റെ വേളയിൽ പറഞ്ഞു, ഖുദു അന്നി മനാസികക്കും, നിങ്ങൾ ഹജ്ജിൻ്റെ കർമ്മങ്ങൾ എന്നിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കുക. ഇതൊക്കെ കർമ്മങ്ങളുടെ കാര്യത്തിൽ പ്രത്യേകം പറയാൻ കാരണം, ഇബാദത്തുകൾ ചെയ്യേണ്ടത് വ്യക്തമായ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നത് പ്രകാരമായിരിക്കുന്നതിന് വേണ്ടിയാണ്. ഇൻഷാ അല്ലാഹ് നമ്മൾ ഈ കിതാബിൽ നോമ്പുമായി ബന്ധപ്പെട്ട വിധിവിലക്കുകളാണ് ഇൻഷാ അല്ലാഹ് ഇനി പഠിക്കുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫസ്ലുൻ ഫിസ്സിയാമി വശുറൂത്തിഹി. ഫസ്ൽ എന്ന് പറഞ്ഞാൽ അധ്യായം. ഫസ്ലുൻ ഫിസ്സിയാം, നോമ്പിൻ്റെ വിഷയത്തിലുള്ള ഒരു അധ്യായം. വശുറൂത്തിഹി, അതുപോലെ തന്നെ നോമ്പിൻ്റെ വശുറൂത്തി അസ്സൗം, നോമ്പിൻ്റെ നിബന്ധനകൾ, അതിനെക്കുറിച്ച് വിവരിക്കുന്ന അധ്യായം. അസ്സിയാമു ലുഗതൻ അൽ ഇംസാക്കു. അസ്സിയാം, നോമ്പ് എന്നാൽ ലുഗതൻ, ലുഗതൻ അറബി ഭാഷയിൽ ആ പദത്തിൻ്റെ അർത്ഥം അൽ ഇംസാക്കു, പിടിച്ചു വെക്കുക എന്നതാണ്. ഭാഷയിൽ നോമ്പിൻ്റെ അർത്ഥം ഒരു കാര്യം പിടിച്ചു വെക്കുക, അല്ലെങ്കിൽ ഒരു കാര്യം ഉപേക്ഷിക്കുക, ഒരു കാര്യത്തിൽ നിന്ന് സ്വന്തത്തെ പിടിച്ചു വെക്കുക, അല്ലെങ്കിൽ മറ്റൊരു കാര്യം പിടിച്ചു വെക്കുക. അംസക്ക എന്നതിന് പിടിച്ചു വെക്കുക എന്നുള്ള അതിനാണ് വന്നത് ഇംസാക്കൻ, അംസക്ക ഇംസിക്ക് ഇംസാക്കൻ. അതിൽ നിന്നാണ് സൗമെന്ന വാക്ക് വന്നത്. വിശുദ്ധ ഖുർആനിൽ ഈ ഭാഷാപരമായ അർത്ഥത്തിനുള്ള തെളിവ് സൂറത്ത് മറിയമിൽ കാണാൻ സാധിക്കും. മറിയം അലൈഹിസ്സലാത്തു വസ്സലാം അവരുടെ നേർച്ചയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല വിവരിച്ചപ്പോൾ അവൻ പറഞ്ഞു, ഫകുലി വഷ്റബി വഖർരി ഐന ഫഇമ്മ തറയിന്ന മിനൽ ബശരി അഹദൻ ഫഖൂലി ഇന്നി നദർതു ലിർറഹ്മാനി സൗമ. മറിയം അലൈഹിസ്സലാത്തു വസ്സലാം ഈസാ നബിയെ പ്രസവിച്ചതിന് ശേഷമുള്ള ആളുകൾ ഭർത്താവില്ലാത്തൊരു സ്ത്രീ പ്രസവിക്കാൻ. അപ്പോൾ ജനങ്ങളെ കണ്ടാൽ അവർ വല്ലതും ചോദിച്ചാൽ അവരോട് പറയുക, ഇന്നി നദർതു ലിർറഹ്മാനി സൗമ, ഞാൻ അള്ളാഹുവിന് വേണ്ടി ഒരു സൗമ് നേർച്ചയാക്കിയിരിക്കുന്നു. എന്താണ് ഈ സൗമ്? ഫലൻ ഉകല്ലിമൽ യൗമ ഇൻസിയ, ഇന്നേ ദിവസം ഫലൻ ഉകല്ലിമ, ഞാൻ സംസാരിക്കുന്നതല്ല. അൽ യൗമ, ഇന്നേ ദിവസം, ഇൻസിയൻ, ഒരു മനുഷ്യനോട് സംസാരിക്കുന്നതല്ല. അപ്പോൾ ഇവിടെ സൗമ് എന്ന് ആണ് മറിയം അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ നേർച്ചയെക്കുറിച്ച് പറഞ്ഞത്. എന്തുകൊണ്ട്? കാരണം ലിഅന്നഹ അംസകത് അൻ അൽ കലാം, അവർ സംസാരം പിടിച്ചു വച്ചു, സംസാരിക്കാതെ നിന്നു എന്നതുകൊണ്ടാണ് അതിന് സൗം എന്ന പേര് വന്നത്. നമുക്ക് അവരുടെ സൗമിൻ്റെ രൂപം എന്താ? സംസാരം പിടിച്ചു വച്ചു. നമ്മുടെ നോമ്പിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? ഭക്ഷണത്തിൽ നിന്ന് സ്വന്തത്തെ പിടിച്ചു വെക്കുന്നു, വെള്ളത്തിൽ നിന്ന് പിടിച്ചു വെക്കുന്നു, നോമ്പിന് വിരുദ്ധമായ കാര്യങ്ങളിൽ നിന്ന് പിടിച്ചു വെക്കുന്നു. അതുകൊണ്ടാണ് സൗമിന് ഈ പേര് നൽകപ്പെട്ടത്. അത് പറയാൻ വേണ്ടിയാണ് അത് അവിടെ കൊടുത്തത്. അസ്സിയാമു ലുഗതൻ, നോമ്പിൻ്റെ അർത്ഥം ഭാഷയിൽ അൽ ഇംസാക്കു, പിടിച്ചു വെക്കുക എന്നതാണ്. വശർഅൻ, ശരീഅത്തിൽ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ഭാഷയിൽ സൗം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അൽ ഇംസാക്കു അൻ അഷ്യാ മഖ്സൂസത്തിൻ ഫി സമനിൻ മഖ്സൂസിൻ ബിനിയ്യത്തിൻ മിൻ ശഖ്സിൻ മഖ്സൂസ്. അൽ ഇംസാക്ക്, അത് പിടിച്ചു വെക്കലാണ്. നോമ്പ് എന്ന് പറഞ്ഞാൽ പിടിച്ചു വെക്കലാണ്. അൻ അഷ്യാ മഖ്സൂസ, ചില മഖ്സൂസ, ഖസ്സ, ഖാസ്, മഖ്സൂസ്, പ്രത്യേകമാക്കപ്പെട്ടത്, മഫ്ഊലാണത്. മഖ്സൂസ്,
മഖ്സൂസത്തിൻ ചില പ്രത്യേക കാര്യങ്ങളിൽ നിന്ന് പിടിച്ചു വെക്കലാണ്. അൻ അഷ്യാ മഖ്സൂസ ചില പ്രത്യേക കാര്യം, അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് ഭക്ഷണം, അതിന് പിടിച്ചു വെക്കണം. എല്ലാം പിടിച്ചു വെക്കണം, ഒന്നും ചെയ്യാൻ പാടില്ല, അങ്ങനെയല്ല. നിർണയിക്കപ്പെട്ട ചില കാര്യങ്ങൾ, നിശ്ചയിക്കപ്പെട്ട ചില കാര്യങ്ങൾ, അതിൽ നിന്ന് ഒരാൾ സ്വന്തത്തെ പിടിച്ചു വെക്കണം. വൽ ഇംസാഖു അൻ അഷ്യാ മഖ്സൂസ ചില പ്രത്യേകമായ കാര്യങ്ങളിൽ നിന്ന് അവൻ പിടിച്ചു വെക്കണം. എപ്പോൾ പിടിച്ചു വെക്കണം? ഫീ സമനിൻ മഖ്സൂസ്, ഫീ സമൻ കാലത്തിൽ, സമയത്തിൽ, മഖ്സൂസിൻ നിശ്ചയിക്കപ്പെട്ട സമയത്ത്. എപ്പോഴും പിടിച്ചു വെക്കണോ? ഇല്ല, നിശ്ചയിക്കപ്പെട്ട സമയമുണ്ട്. നോമ്പിൻ്റെ സമയം ഏതാ? ഇൻഷാ അല്ലാഹ് വരുന്ന പോലെ തന്നെ ഫജ്ർ മുതൽ ഉറൂബ് വരെയാണ്, സൂര്യാസ്തമിക്കുന്ന വരെ. അപ്പോൾ ഈ സമയത്ത് മാത്രമേ പിടിച്ചു വെക്കേണ്ടതുള്ളൂ, അത് കഴിഞ്ഞാലോ ഇല്ല. അതിനാണ് ഫീ സമനിൻ മഖ്സൂസ്. ബിനിയത്തിൻ ശരി, ഒരാൾ സുബ്ഹ് മുതൽ മഗ്രിബ് വരെ ഭക്ഷണം പിടിച്ചു വെച്ചു, പക്ഷെ നിയ്യത്തില്ല, അവന് ആരോഗ്യത്തിൻ്റെ പേരിൽ ആരോഗ്യം ശരിയാക്കാൻ വേണ്ടി ഫാസ്റ്റ് ചെയ്തതാണ്, എങ്കിലോ അത് ഇസ്ലാമിൻ്റെ ഭാഷയിലെ നോമ്പായിട്ടില്ല. അപ്പം നിയ്യത്ത് വേണം. ബിനിയത്തിൻ മിൻ ഷഖ്സിൻ മഖ്സൂസ്, മിൻ ഷഖ്സിൻ മഖ്സൂസ് തന്നെ നിശ്ചയിക്കപ്പെട്ട ആൾ തന്നെ ചെയ്തിരിക്കണം. ഏതായത് നിശ്ചയിക്കപ്പെട്ട ആൾ ചില നിബന്ധനകളുണ്ട്. ഉദാഹരണത്തിന് മുസ്ലിമായിരിക്കണം, മുസ്ലിം ചെയ്താലേ ആ നോമ്പ് സ്വീകരിക്കപ്പെടുള്ളൂ. ഹൈദില്ലാത്ത സ്ത്രീ ആയിരിക്കണം, അപ്പോൾ ഹൈദുള്ള ആൾ ചെയ്താൽ സ്വീകരിക്കപ്പെടില്ല. അപ്പോൾ ചെയ്യേണ്ട ആൾക്ക് ചില പ്രത്യേകതകളുണ്ട്, ചെയ്യേണ്ട സമയമുണ്ട്, ചെയ്യേണ്ട രൂപമുണ്ട്, നീയത്തുമുണ്ട്, ഉദ്ദേശവുമുണ്ട്. ഈ 4 കാര്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് തൊട്ടടുത്ത് തന്നെ പറഞ്ഞത് വർക്കാനു സിയാമി അർബഅത്തുൻ, വർക്കാനു സിയാമി അർബഅത്തുൻ, നോമ്പിൻ്റെ നിബന്ധനകൾ, നോമ്പിൻ്റെ അർക്കാനുകൾ, സ്തംഭങ്ങൾ 4 കാര്യങ്ങളാണ്. ഈ 4 കാര്യങ്ങൾ ഇല്ലാതെ ഒരിക്കലും നോമ്പ് ഉണ്ടാവുകയില്ല. അൽ അവ്വലു ഒന്നാമത്തെ റുക്കൻ അസ്സായിം നോമ്പുകാരൻ, സൂമു സിയാമൻ ഫഹുവ സായിം, സായിം നോമ്പുകാരൻ. ഒന്നാമത്തെയാൾ നോമ്പുകാരനുണ്ടായിരിക്കണം. ദീനിൽ പറഞ്ഞ നോമ്പ് എന്ന കർമ്മം ഉണ്ടാവണമെങ്കിൽ ഇനി പറയുന്ന 4 കാര്യം ഉണ്ടായിരിക്കണം. ഒന്നെന്ത്? സായിം നോമ്പുകാരൻ വേണം. ആരെ നോമ്പുകാരൻ? വഹുവൽ മുസ്ലിം, മുസ്ലിമായിരിക്കണം. മുസ്ലിമായ ഒരാൾ നോമ്പെടുത്താൽ മാത്രമേ അള്ളാഹു സുബ്ഹാനഹു വ തആല അത് സ്വീകരിക്കുകയുള്ളൂ. മുശ്രിക്കായ ഒരാൾ എത്ര അമലുകൾ ചെയ്താലും അവൻ്റെ അടുത്ത് സ്വീകരിക്കുന്നതല്ല. ശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ വലഖദ് ഊഹിയ ഇലൈക വഇല അല്ലദീന മിൻ ഖബ്ലിക ലഇൻ അശറക്ത ലയഹ്ബതന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ. നാം നബിയെ അങ്ങേക്കും മുൻപുള്ള നബിമാർക്കും ഒക്കെ വഹി നൽകിയിട്ടുണ്ട്, നിങ്ങൾ ശിർക്ക് ചെയ്താൽ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ നിഷ്ഫലമാകും. ഒരു മുസ്ലിം അല്ലാത്തവൾ നോമ്പെടുത്തു എന്ന് വിചാരിക്കുക, അവന് സ്വീകരിക്കില്ല, അള്ളാഹു അവനിൽ നിന്നത് സ്വീകരിക്കുകയില്ല. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആൻ അള്ളാഹു പറഞ്ഞു വലൗ അശ്റകൂ ലഹബിത അൻഹും മാ കാനൂ യഅമലൂൻ, അവർ ശിർക്ക് ചെയ്താൽ അവർ ചെയ്തുകൊണ്ടിരുന്ന പ്രവർത്തനങ്ങളെല്ലാം നിഷ്ഫലമായി പോകുന്നതാണ്. അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് മുഹമ്മദിൽ പറഞ്ഞു ദാലിക ബിഅന്നഹും കരിഹു മാ അൻസലല്ലാഹ് ഫഅഹ്ബത അഅമാലഹും, മുനാഫിഖീങ്ങളെ കുറിച്ച് പറഞ്ഞാണത്. അവർ അള്ളാഹു അവതരിപ്പിച്ചതിന് വെറുത്ത് കളഞ്ഞു, അങ്ങനെ ഒരു കാഫിരീങ്ങളായി. ഫഅഹ്ബത അഅമാലഹും, അപ്പോൾ അവരുടെ പ്രവർത്തനങ്ങളെയൊക്കെ അള്ളാഹു നിഷ്ഫലമാക്കി. അപ്പോൾ അമൽ സ്വീകരിക്കണമെങ്കിൽ ആര് ചെയ്തായിരിക്കണം? ഒന്നാമത്തെ നിബന്ധന മുസ്ലിം ആയിരിക്കണം. അതാണ് ഒന്നാമത്തെ നിബന്ധന. രണ്ടാമത്തെ കാര്യം അൽ മുസാമു അൻഹു, രണ്ടാമത്തെ കാര്യം അൽ മുസാമു അൻഹു. മുസാം സായിം എന്ന് പറഞ്ഞ ഫാഇലാണ്. അപ്പോൾ മുസാമു അൻഹു എന്ന് പറയുമ്പോൾ പിടിച്ചു വെക്കപ്പെടേണ്ട കാര്യങ്ങൾ. വഹിയൽ മുഫത്തറാത്ത്, വഹിയ അൽ മുഫത്തറാത്ത്, വഹിയൽ മുഫത്തറാത്ത്. അൽ മുസാമു അൻഹു പിടിച്ചു വെക്കപ്പെടേണ്ട കാര്യം മുഫത്തറാത്തുകളാണ് അവ. മുഫത്തറാത്ത് എന്ന് പറഞ്ഞാൽ നോമ്പ് മുറിക്കുന്ന കാര്യങ്ങൾ. നോമ്പ് മുറിക്കുന്നതിന് എന്താ പറയുക? ഇഫ്താർ എന്നല്ലേ പറയാം. ഇഫ്താർ എന്ന് പറഞ്ഞാൽ അഫ്തറ നോമ്പ് മുറിച്ചു, ഫത്തറ ഫത്തറ മുറിപ്പിച്ചു, ഫത്തറ ഫത്തിറു തഫ്തീറൻ ഫഹുവ മുഫത്തർ. മുഫത്തർ മുഫത്തർ എന്ന് പറഞ്ഞാൽ നോമ്പ് മുറിപ്പിക്കുന്ന സാധനങ്ങൾ. ഫഹൽ മുഫത്തറാത്ത്. ഇഫ്താർ എന്ന് പറഞ്ഞാൽ നോമ്പ് മുറിക്കൽ, ഇഫ്താർ നോമ്പ് മുറിപ്പിക്കൽ. ഇഫ്താർ നോമ്പ് മുറിക്കുന്ന സമയം അതിനാണ് ഇഫ്താർ എന്ന് പറയുക. അഫ്താർ എന്ന് പറഞ്ഞാൽ നോമ്പ് മുറിച്ചു. സാമയിൽ നിന്നാണ്, സാമയിൽ നിന്ന് വന്നാൽ. മുസാമു അൻഹു എന്ന് പറഞ്ഞാൽ
വഹിൽ മുഫത്തറാത്ത്, നോമ്പ് മുറിക്കുന്ന കാര്യങ്ങൾ. ഉദാഹരണത്തിന് ഭക്ഷണം കഴിക്കുക, വെള്ളം കുടിക്കുക, ലൈംഗികബന്ധത്തിൽ ഏർപ്പെടുക. ഇതാണ് പ്രധാനപ്പെട്ട ഉസൂലുകൾ. നോമ്പ് മുറിക്കുന്ന പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ ഭക്ഷണം കഴിക്കലും, വെള്ളം കുടിക്കലും, ലൈംഗികബന്ധത്തിൽ ഏർപ്പെടലുമാണ്. അതാണ് നോമ്പ് മുറിക്കുന്നതിൻ്റെ പ്രധാന അടിസ്ഥാനങ്ങൾ. ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ ഒരു അധ്യായം തന്നെ വരാനുണ്ട്. ആ സമയത്ത് നമുക്കത് കൂടുതൽ പഠിക്കാം. അപ്പോൾ നോമ്പ് മുറിക്കുന്ന കാര്യങ്ങളാണ് അൽ മുഫത്തറാത്ത്. മൂന്നാമത്തേത് അൽ മുസാമു ഫീഹി. ഈ പറഞ്ഞ നോമ്പ് നിർവഹിക്കപ്പെടേണ്ട ഘട്ടം, ഏതിലാണോ നോമ്പ് നിർവഹിക്കപ്പെടേണ്ടത് അതിനാണ് മുസാമു ഫീഹി എന്ന് പറയുന്നത്. അൽ മുസാമു ഫീഹി, ഏതിലാണോ നോമ്പ് ഉണ്ടായത്. വഹുവ ജമാൻ, സമയമാണ് അവിടെ ഉദ്ദേശം. ഇപ്പോൾ നോമ്പ് നിർവഹിക്കുന്ന വ്യക്തിയുണ്ട്, നോമ്പ് മുറിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് പിടിച്ചു വെക്കേണ്ടതുണ്ട്, നോമ്പ് നിർവഹിക്കേണ്ട സമയമുണ്ട്. അതാണ് മൂന്നാമത്തെ കാര്യം. വഹുവ ജമാൻ, സമയം. ഏതാണ് സമയം? മിൻ തുലൂഇൽ ഫജ്രി സാദിഖി ഇലാ ഗുറൂബി ശംസ്. നോമ്പിൻ്റെ സമയം മിൻ തുലൂഇൽ ഫജ്രി അസ്സാദിഖ്. തുലൂ' തലഅ, ഉദിച്ചു. മിൻ തുലൂഇൽ ഫജ്ർ, ഫജ്ർ ഉദിക്കുന്നത് മുതൽ. ഫജ്ർ ഏത് ഫജ്റാണ്? അസ്സാദിഖ്, സത്യവാനായ ഫജ്ർ. അപ്പോൾ അതിന് നേരെ വിപരീതാരാ? ഫജ്റുൻ കാദിബാണ്. അപ്പോൾ 2 തരത്തിലുള്ള ഫജ്റുണ്ട്. അൽ ഫജ്റു സാദിഖ് വൽ ഫജ്റു അൽ കാദിബ്. 2 ഫജ്റിന് തന്നെ ഉദയാണോ ഫജ്ർ? പുലരി. ഫജ്ർ എന്ന് പറഞ്ഞാൽ പുലരി. മറ്റേതോ ഉദയം എന്ന് പറഞ്ഞാൽ സൂര്യ ഉദിക്കലാണ്. സൂര്യ ഉദിക്കുന്ന അത് സൂര്യ ഉദിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിച്ചു? തുലൂ ഷംസിൻ്റെ ആയി കഴിഞ്ഞാൽ സുബഹിൻ്റെ സമയം കഴിഞ്ഞു. ഫജ്ർ ആണ് ഏതിൻ്റെ സമയം ആരംഭിക്കുന്നത്? സുബഹിൻ്റെ സമയം ആരംഭിക്കുന്നത്. അപ്പോൾ ഫജ്ർ 2 രൂപത്തിലുണ്ട്. ഒന്ന് ഫജ്റുൻ സാദിഖ്, 2 ഫജ്റുൻ കാദിബ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ അതിനെക്കുറിച്ചുള്ള സൂചന വന്നിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഫജ്റു ഫജ്റാൻ. ഫജ്ർ 2 എണ്ണമുണ്ട്, 2 തരത്തിലുള്ള ഫജ്റുകളുണ്ട്. ഫജ്റുൻ യഹ്റുമു ഫീഹി അത്ത്അാം വതഹില്ലു ഫീഹി അസ്സലാ. ഒരു ഫജ്ർ അത് സംഭവിച്ചു കഴിഞ്ഞാൽ യഹ്റുമു ഫീഹി അത്ത്അാം, അതോടുകൂടി ഭക്ഷണം കഴിക്കുന്നത് ഹറാമാകും. വതഹില്ലു ഫീഹി അസ്സലാ, നിസ്കാരം അതോടുകൂടി അനുവദനീയമാകും. വഫജ്റുൻ തഹ്റുമു ഫീഹി അസ്സലാ വയഹില്ലു ഫീഹി അത്ത്അാം. വേറൊരു ഫജ്റിൽ നിസ്കാരം ഹറാമായിരിക്കും, ഭക്ഷണം ഹലാലായിരിക്കും. അതേതാണ്? ഫജ്റു സാദിഖാണ് ആദ്യത്തേത് അല്ലേ? ഫജ്റു സാദിഖിൽ എന്തായിരിക്കും? നിസ്കാരം ഹലാലാണ് എന്ന് പറഞ്ഞാൽ സുബഹിസ്കരിക്കാൻ അനുവാദമുണ്ട്, ഭക്ഷണം ഹറാമാണ്, നോമ്പ് തുടങ്ങി. രണ്ടാമത്തേതോ ഫജ്റുൻ കാദിബാണ്. അതിൽ നിസ്കാരം അനുവദനീയമാണ്, നിസ്കാരം ഹറാമാണ്. ഫജ്റുൻ കാദിബിൽ നിസ്കാരം ഹറാം. സുബഹിസ്കരിക്കാൻ പറ്റുമോ? നിസ്കാരം തഹ്റും ഫി സ്വലാ എന്ന് പറഞ്ഞാൽ എല്ലാ നിസ്കാരമല്ല, മറിച്ച് ഏത് നിസ്കാരം അവിടെ ഉദ്ദേശം? ഫജ്ർ നിസ്കാരമാണ്. ഫജ്ർ നിസ്കാരം ഹറാമാണ്. പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ദുഖൂൽ വഖ്തിൽ നിസ്കാരത്തിൻ്റെ സമയമാവാന്നുള്ളത് വളരെ ഗൗരവമുള്ള ഷർത്തിൽപ്പെട്ടതാണ്. മാത്രമല്ല ശുറൂത്തു സ്വലാത്തിൽ ഏറ്റവും ഗൗരവപ്പെട്ട ഷർത്ത് നിസ്കാരത്തിൻ്റെ സമയമാണ്. ഏറ്റവും ഗൗരവപ്പെട്ട ഷർത്ത്, നിസ്കാരത്തിൻ്റെ ഷർത്തുകളിൽ ഏറ്റവും ഗൗരവപ്പെട്ട ഷർത്ത് നിസ്കാരത്തിൻ്റെ സമയമാണ്. മറ്റു പല ഷർത്തുകളിലും നടക്കൂലെങ്കിൽ ഇളവുണ്ട്. പക്ഷേ നിസ്കാരത്തിൻ്റെ സമയത്തിൻ്റെ കാര്യത്തിൽ യുദ്ധത്തിൻ്റെ സന്ദർഭത്തിൽ വരെ ഇളവ് കൊടുത്തിട്ടില്ല. ഒരാൾക്ക് നജിസ് മറക്കാൻ പറ്റില്ല, എന്നാൽ അങ്ങനെയുള്ള അവസ്ഥയിൽ നിസ്കരിക്കുക. ഖിബ്ലക്ക് തിരിയാൻ പറ്റില്ല, എന്നുള്ളിടത്തേക്ക് തിരിഞ്ഞ് നിസ്കരിക്കുക. ഉദു എടുക്കാൻ പറ്റില്ല, എന്നാൽ തേമം ചെയ്യാനും പറ്റില്ല, എന്നാൽ പിന്നെ ഉള്ള അവസ്ഥയിൽ നിസ്കരിക്കുക. ഇതൊക്കെ ചെയ്യുക. ഷുറൂത്തുകളിൽ ഏറ്റവും കടുത്ത ഷർത്ത് ഏതിൻ്റെതാണ്? വഖ്തിൻ്റെ ഷർത്താണ്. ഇന്ന സ്വലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത. വഖ്തിൻ്റെ ഷർത്ത് മാത്രമാണ് ഒരു ഇളവും നൽകപ്പെടാത്തത്. അതുകൊണ്ട് ചില പണ്ഡിതന്മാർ പറഞ്ഞു നിസ്കാരത്തിൻ്റെ വഖ്ത് കഴിഞ്ഞിട്ട് നിസ്കരിച്ചാൽ, ചിലർ പറഞ്ഞു ഖദായെ പറ്റില്ല. അങ്ങനെ ഖദാ പറ്റില്ല എന്ന് പറഞ്ഞ ആളുകൾ അവർ പറഞ്ഞു, കാരണം വഖ്തിന് ശേഷം നീ 1000 തവണ പകരം നിസ്കരിച്ചിട്ടും കാര്യമില്ല, നിസ്കാരം പോയി, ഇനി അത് തിരിച്ചെടുക്കാൻ പറ്റില്ല. അതിനു പകരം 1000 തവണ നിസ്കരിച്ചത് കൊണ്ട് കാര്യമില്ല. എന്നാൽ വേറെ ചിലർ പറഞ്ഞില്ല, ഖദാ ഉണ്ട്. ബഹുഭൂരിപക്ഷത്തിൻ്റെ അഭിപ്രായം ഖദാ ഉണ്ട് തന്നെ. ഖദാ ചെയ്യാം, പക്ഷേ അവന് മേൽ തെറ്റുണ്ട്, തൗബ ചെയ്യണം. കഴിഞ്ഞു പോയ നിസ്കാരം നഷ്ടപ്പെട്ടതിന് തൗബ ചെയ്യണം. ഞാൻ പറഞ്ഞു വന്നത്, വഖ്തിന് മുൻപ് നിസ്കരിച്ച നിസ്കാരം ബാത്തിലാണ്.
ഒരാൾ തക്ബീറത്തുൽ ഇഹ്റാം വഖത്തിന് മുൻപ് കെട്ടിയാൽ നിസ്കാരം ബാത്തിലാണ്. മാത്രമല്ല നമ്മുടെ നാട്ടിൽ അപകടകരമായ ഒരു കാര്യം ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട്. ആൾക്കാർ ഈ സൂക്ഷ്മതയുടെ പേര് പറഞ്ഞിട്ട് സുബ്ഹിൻ്റെ ബാങ്ക് നേരത്തെ ആക്കും, അത്താഴം വൈകിപ്പിക്കേണ്ട എന്നുള്ള എനിക്ക്. അത്താഴം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ആൾക്കാരെന്ത് ചെയ്യും, സുബ്ഹിൻ്റെ ബാങ്ക് നേരത്തെ കൊടുക്കും. പല പള്ളികളിലും ഇത് വ്യാപകമാണ്. ആളുകൾ ചിലപ്പോൾ ബാങ്ക് കൊടുത്ത് കേട്ട് കഴിഞ്ഞാൽ വീട്ടിലുള്ള സ്ത്രീകൾ നിസ്കരിക്കും. അവർ ചിലപ്പോൾ വഖത്തിന് മുൻപാണ് നിസ്കരിക്കുന്നത്. നിസ്കാരം സ്വീകരിക്കപ്പെടുകയില്ല. നമുക്ക് ഒരു ബിദഅത്തോട് വേറെ അപകടം ഉണ്ടാകുന്നത് ഇപ്പുറത്ത്. സമയത്തിന് മുൻപ് ബാങ്ക് കൊടുക്കുക എന്നുള്ളത് ഗൗരവമുള്ള കാര്യമാണ്. അപ്പോൾ മിൻ തുലൂഇൽ ഫജ്രി സാദിഖ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത ഹദീസിൽ വന്നതുപോലെ ഫജ്ർ രണ്ടുണ്ട്. ഒന്ന് ഫജ്റുൻ സാദിഖ്, രണ്ട് ഫജ്റുൻ കാദിബ്. ഫജ്റുൻ സാദിഖും ഫജ്റുൻ കാദിബും കാണണമെങ്കിൽ മരുഭൂമിയിലോ മറ്റോ ടെൻ്റ് അടിക്കുന്നുണ്ടെങ്കിൽ രാവിലെ നോക്കിയാൽ മതി, മനസ്സിലാവും. 3 വ്യത്യാസങ്ങളാണ് ഇവർ രണ്ട് തമ്മിലുള്ളത്. ഫജ്റുൻ സാദിഖും ഫജ്റുൻ കാദിബും തമ്മിൽ വേർതിരിച്ചറിയാൻ 3 വ്യത്യാസങ്ങൾ കാണാൻ സാധിക്കും. ഒന്നാമത്തെ വ്യത്യാസം ഇബ്നു ഉസൈമീൻ അദ്ദേഹം പറഞ്ഞതായിക്കണം. ഒന്ന്, ഫജ്റുൻ സാദിഖ് അത് ചക്രവാളത്തിൽ പരന്ന രൂപത്തിലായിരിക്കും ഉണ്ടാവുക, ഹൊറിസോണ്ടലായിട്ടായിരിക്കും ഉണ്ടാവുക, ലംബമായിട്ട് ഇങ്ങനെ. ഫജ്റുൻ സാദിഖ് ഇങ്ങനെ ഉണ്ടാവുക, ഇങ്ങനെ വെളിച്ചം ഉണ്ടാവുക. വെളിച്ചത്തിൻ്റെ വെളിച്ചം കാണുക ഇങ്ങനെയാണ്, ഇങ്ങനെയല്ല, നേരല്ല. വെളിച്ചം കാണുക ഇങ്ങനെ ഇരിക്കും, ഹൊറിസോണ്ടലായിട്ട്. ഇത് മലയാളത്തിൽ ലംബമായിട്ട് അല്ലേ, ലംബം എന്നല്ല പറയാം, ലംബമായിട്ട്. ഫജ്റുൻ കാദിബ് അതായത് കള്ള ഫജ്ർ കാണുക, അത് ഇങ്ങനെ ഇരിക്കും, തൂണ് പോലെ ഇരിക്കും, വെർട്ടിക്കലായിട്ട് അങ്ങനെ ഇരിക്കും. അത് കാണാം, നേരെ നോക്കിയാൽ ഒരു വെളിച്ചത്തിൻ്റെ ഒരു തൂണ് പോലെ നിൽക്കുന്നത് കാണാൻ സാധിക്കും. അതാണ് ഫജ്റുൻ കാദിബ്. ഒന്നാമത്തെ വ്യത്യാസം അതാണ്. രണ്ടാമത്തെ വ്യത്യാസം ഫജ്റുൻ സാദിഖ് അത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഇരുട്ട് പരക്കുകയില്ല, പിന്നെ പ്രകാശം വർദ്ധിക്കുകയേ ചെയ്യുള്ളൂ, പിന്നെ വെളിച്ചം പരക്കുകയേ ചെയ്യുള്ളൂ. ഫജ്റുൻ സാദിഖ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ വെളിച്ചം പരക്കുകയുള്ളൂ. ഫജ്റുൻ കാദിബ് കണ്ടു കഴിഞ്ഞാൽ പിന്നീട് ഒരു ഇരുട്ടുണ്ടാകും, അതിന് ശേഷമാണ് ഫജ്റുൻ സാദിഖ് പുറപ്പെടുക. ഈ വെളിച്ചം ഇങ്ങനെ നേരെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ കുറച്ചു നേരം കഴിഞ്ഞാൽ വെളിച്ചം പോകും, ഇരുട്ടാകും. സുബഹിൻ്റെ മുൻപ് സുബഹിയാവില്ലല്ലോ, ഫജ്റുൻ കാദിബ് ആയി കഴിഞ്ഞാൽ സുബഹിയാവില്ല. ആദ്യം ഫജ്റുൻ കാദിബാണ് ആദ്യം വരിക, പിന്നെ സാദിഖ്. ആദ്യം കള്ളം വരും, പിന്നെ സത്യസന്ധം വരും. ഫജ്റുൻ കാദിബ് ആദ്യം വന്നു കഴിഞ്ഞാൽ അത് തൂണ് പോലെയാണ് കാണാം. അത് വന്നതിന് ശേഷം പിന്നീട് ഇട്ടുരുത്തത് കണ്ടിട്ടില്ല. ചക്രവാളത്തിൽ പോയിട്ട് രാവിലെ നോക്കിയാൽ മതി, കാണാം. ഇവിടെ കാണാം, നമ്മുടെ നാട്ടിൽ കാണുന്നതിനേക്കാൾ കൂടുതൽ ഇവിടെ കാണാം. ഈ കുറച്ചുകൂടി ഈ കെട്ടിടങ്ങളോ പൊടിയൊന്നും ഇല്ലാത്ത സ്ഥലത്ത് പോയിട്ട് നോക്കിയാൽ കാണാൻ പറ്റും. ഇവിടെ പലപ്പോഴും വേഗം കാണാൻ പറ്റും. അപ്പോൾ അവിടെ പോയാലും കാണാൻ പറ്റും, അവിടെ പോയാലും കാണാൻ പറ്റും. ഇപ്പോൾ ഫജ്റുൻ കാദിബ് ഇങ്ങനെ ഇരിക്കും, നേരെ ഇരിക്കും. ഫജ്റുൻ സാദിഖ് പരന്നിട്ടായിരിക്കും. ഫജ്റുൻ കാദിബ് വന്നു കഴിഞ്ഞാൽ പിന്നെ അത് ഇല്ലാതെയാകും, ഇരുട്ട് പരക്കും. ഫജ്റുൻ സാദിഖ് വന്നു കഴിഞ്ഞാൽ പിന്നീട് ഇരുട്ടുണ്ടാവുകയില്ല, പിന്നെ വെളിച്ചം വർദ്ധിക്കുകയാണ് ചെയ്യുക. നമ്മൾ സുബ്ഹ് ബാങ്ക് കൊടുത്ത് ശ്രദ്ധിച്ചാൽ മതി, പിന്നെ വെളിച്ചം പരക്കുക, പതുക്കെ വെളിച്ചം കൂടി വരും. മൂന്നാമത്തെ വ്യത്യാസം ഫജ്റുൻ സാദിഖ് ചക്രവാളത്തിൽ ഭൂമിയോട് സ്പർശിക്കുന്ന രൂപത്തിലായിരിക്കും, ചേർന്നിട്ടായിരിക്കും ഉണ്ടാകും. നമ്മൾ കടലിൽ നോക്കുകയാണെങ്കിൽ കടലിൻ്റെ അറ്റം എവിടെയാണോ അതിനോട് ചേർന്നിട്ടായിരിക്കും പ്രകാശം ഉണ്ടാവുക. ഫജ്റുൻ കാദിബ് ചേർന്നിട്ടായിരിക്കും, ആകാശത്തിൻ്റെ നടുവിലായിരിക്കും, ഇടയിൽ ഒരു വിടവുണ്ടായിരിക്കും. 3 വ്യത്യാസങ്ങൾ മനസ്സിലായല്ലോ? അത് 3 വ്യത്യാസങ്ങൾ. ഒന്ന് ഫജ്റുൻ കാദിബ്, 2 ഫജ്റുൻ സാദിഖ്. ഏതാദ്യം വരാം? ഫജ്റുൻ കാദിബ്. അത് കണ്ടു കഴിഞ്ഞാൽ പുലരി ആയിട്ടില്ല. ഇത് പഴയ കാലത്ത് വളരെ പ്രധാനപ്പെട്ട വിജ്ഞാനമായിരുന്നു. കാരണം എന്താ, ആൾക്കാർ യാത്ര ചെയ്യുന്ന സമയത്ത് സുബഹിസ്കാരത്തിൻ്റെ സമയം തെറ്റിയിട്ട് നിസ്കരിക്കാൻ സാധ്യതയുണ്ട്. പുറത്ത് വെളിച്ചം കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർ നിസ്കരിക്കും. ഇപ്പോൾ പഴയ കാലത്ത് അത് കൂടുതൽ ഇത് വളരെ ഗൗരവപ്പെട്ട വിജ്ഞാനമായിരുന്നു. ഇന്നത്തെ കാലത്ത് അൽഹംദുലില്ലാഹ് അങ്ങനത്തെ സൗകര്യങ്ങളുള്ളത് കൊണ്ട് തന്നെ ആളുകൾക്കിത് വലിയ അബദ്ധം സംഭവിക്കാറില്ല. പക്ഷേ ഇപ്പോൾ ഒരു സമയത്ത് നമ്മളെപ്പോഴെങ്കിലും നിസ്കാരത്തിൻ്റെ സമയം മനസ്സിലാക്കാൻ പറ്റാതെ വന്നാൽ ഇതാണ് അതിൻ്റെ അടിസ്ഥാനം. ഫജ്റുൻ സാദിഖും ഫജ്റുൻ കാദിബും മനസ്സിലാക്കുക. ഫജ്റുൻ സാദിഖ് മുതലാണ്
നിസ്കാരത്തിൻ്റെ സമയം ആരംഭിക്കുന്നത്, നോമ്പിൻ്റെ സമയം ആരംഭിക്കുന്നത്. അപ്പോൾ അതിനു മുൻപ് വരെ ഭക്ഷണം കഴിക്കാൻ അനുവാദമുണ്ട്. അതിനു മുൻപ് വരെ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞതുപോലെ വകുലു വശ്റബു ഹത്താ യതബയ്യന ലക്കുമുൽ ഖൈത്തുൽ അബ്യദു മിനൽ ഖൈത്തിൽ അസ്വദി മിനൽ ഫജ്ർ. ഫജ്റിൻ്റെ വെള്ള നൂൽ പുറത്ത് തെളിഞ്ഞു കാണുന്നത് വരെ നിങ്ങൾ കുലു വശ്റബു അസ്സലാമു വറഹ്മത്തുള്ളാഹി, നിങ്ങൾ ഭക്ഷണം കഴിക്കുകയും വെള്ളം കുടിക്കുകയും ചെയ്തു കൊള്ളുക. അപ്പോൾ ഫജ്ർ ആവുന്നത് വരെ ഭക്ഷണം കഴിക്കാൻ അനുവാദമുണ്ട്, വെള്ളം കുടിക്കാൻ അനുവാദമുണ്ട്. وهو الزمان من طلوع الفجر الصادق إلى غروب الشمس. غروب الشمس വരെയാണ് അതിൻ്റെ സമയം. സമയം അവസാനിക്കുന്നത് എപ്പോഴാണ്? ഗുറൂബു ഷംസ്, സൂര്യൻ അസ്തമിച്ചാൽ നോമ്പിൻ്റെ സമയം അവസാനിച്ചു. നോമ്പിൻ്റെ സമയം ആരംഭിക്കുന്ന ഫജ്ർ സാദിഖ് മുതൽ ഗുറൂബു ഷംസ് വരെയാണ്. ഗുറൂബു ഷംസ് തന്നെ സൂര്യൻ അസ്തമിക്കുക. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. സൂര്യൻ്റെ വട്ടത്തിലുള്ള സൂര്യൻ അത് ചക്രവാളത്ത് താഴേക്ക് പരിപൂർണമായിട്ട് പോവുക, അതാണ് ഗുറൂബ് എന്ന് പറയുന്നത്. ഒരു പകുതി പോയാലോ മുക്കാഭാഗം പോയാലോ ചെറിയൊരു ഭാഗം ബാക്കിയുണ്ടെങ്കിലോ ഗുറൂബായിട്ടില്ല. ഗുറൂബാകുന്നത് എപ്പോഴാണ്? സൂര്യൻ കണ്ണിൽ നിന്ന് ചക്രവാളത്തിലേക്ക് നോക്കിയാൽ കണ്ണിൽ നിന്ന് മറിഞ്ഞിരിക്കണം. ചക്രവാളം പ്രത്യേകം ശ്രദ്ധിക്കണം. തെങ്ങിൻ്റെ ഇടയിൽ തെങ്ങിൻ തോപ്പിലൊക്കെ പോയിട്ട് കാട്ടിൽ നിന്നൊക്കെ നോക്കിയാലോ സൂര്യനെ കാണില്ല. അങ്ങനെയല്ല അതിൻ്റെ അർത്ഥം. മറിച്ച് ഒരു തടസ്സവും ഇല്ലെങ്കിൽ സൂര്യനെ കാണാൻ പാടില്ല. പ്രത്യേകം ശ്രദ്ധിക്കണം, സൂര്യനെ കാണാൻ പാടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ഇതാണ് തടസ്സമില്ലാത്തൊരു പ്രതലത്തിൽ നിന്ന് നോക്കിയാൽ സൂര്യനെ കാണാൻ പാടില്ല. അതിനാണ് ഗുറൂബ് എന്ന് പറയുന്നത്. അപ്പോഴാണ് ഗുറൂബ് ആവുക. വിശേഷം അപ്പോൾ അതാണ് ഗുറൂബ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു കുലു വശ്റബു ഹത്താ യതബയ്യന ലക്കുമുൽ ഖൈത്തുൽ അബ്യദു മിനൽ ഖൈത്തിൽ അസ്വദി മിനൽ ഫജ്ർ സുമ്മ അതിമ്മുസ് സിയാമ ഇലൽ ലൈൽ. രാത്രി വരെ നിങ്ങൾ നോമ്പ് പൂർത്തീകരിക്കുക. അപ്പോൾ ലൈലിൽ എന്ന് പറഞ്ഞാൽ എപ്പോഴാണ് ആരംഭിക്കുന്നത്? ഗുറൂബു ശംസോടുകൂടിയാണ്. ലൈലിൻ്റെ ആരംഭം എപ്പോഴാണ്? സൂര്യൻ അസ്തമിച്ചാൽ അതോടുകൂടി രാത്രിയായി. സൂര്യൻ അസ്തമിക്കുന്നതോടുകൂടി രാത്രിയായി. ഇസ്ലാമിൽ രാത്രിയും പകലും വേർതിരിക്കുന്നത് സൂര്യാസ്തമയവും സൂര്യോദയവുമാണ്. നമ്മുടെ നാട്ടിൽ പറയുന്ന 12 മണി PM 12 മണി AM അതല്ല. ഇസ്ലാമിൽ രാത്രിയും പകലും വേർതിരിക്കുന്നതിൻ്റെ അടിസ്ഥാന മാനദണ്ഡം സൂര്യാസ്തമയവും സൂര്യോദയവുമാണ്. സൂര്യൻ ഉദിച്ചാൽ ദിവസം ആരംഭിച്ചു. സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ അടുത്ത ദിവസം സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ അടുത്ത ദിവസം ആരംഭിച്ചു. നമ്മളെ കണക്കിൽ അടുത്ത ദിവസം ആരംഭിക്കില്ല, 12 മണി ആവണം. അങ്ങനെയല്ല, സൂര്യൻ അസ്തമിക്കുന്നതോടുകൂടി അടുത്ത ദിവസം ആരംഭിച്ചു. പിന്നെ ഇന്ന് നമ്മൾ വാച്ചിൽ നോക്കിയാൽ ഇന്ന് മൺഡേ ആണ്, തിങ്കളാണ്. പക്ഷേ യഥാർത്ഥത്തിൽ ഇന്ന് ഏതിലാണ് നമ്മളുള്ളത്? ചൊവ്വാഴ്ചയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ചൊവ്വാഴ്ചയുടെ രാത്രിയാണിത്. ഇത് ചൊവ്വാഴ്ചയുടെ രാത്രിയാണ്. അതുകൊണ്ട് വെള്ളിയാഴ്ച രാവ് എന്ന് പറയുന്നത് പൊതുവെ ഏതാണ് സമയം? വ്യാഴാഴ്ച രാത്രി എന്ന് ആളുകൾ പറയുന്ന സമയമാണ്. ഇതാണ് ഗുറൂബു ഷംസ് എന്നതുകൊണ്ട് ഉദ്ദേശം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഗുറൂബു ഷംസ് തിരിച്ചറിയാനുള്ള അടയാളം പറഞ്ഞിട്ടുണ്ട്. 3 അടയാളങ്ങൾ പറഞ്ഞു. അവിടുന്ന് പറഞ്ഞു ഇദാ അഖ്ബല അൽ-ലൈലു മിൻ ഹാഹുന വഅദ്ബറ അൻ-നഹാറു മിൻ ഹാഹുന വഗറബത്തി ശംസു ഫഖദ് അഫ്തറ as-സായിം. എളുപ്പം പഠിക്കാൻ പറ്റിയ ഹദീസാണ്. ഇദാ അഖ്ബല അൽ-ലൈലു മിൻ ഹാഹുന, രാത്രി ഇവിടെ നിന്ന് വരികയും, അഖ്ബല എന്നാണ് മുന്നോട്ട് വരിക. വഅദ്ബറ അൻ-നഹാറു മിൻ ഹാഹുന, പകൽ അദ്ബറ എന്നാണ് പോവുക. വഅദ്ബറ അൻ-നഹാറു മിൻ ഹാഹുന, പകൽ ഇവിടെ നിന്ന് പോവുകയും ചെയ്താൽ, രാത്രി ഇവിടെ നിന്ന് വന്നു, രാത്രി എവിടെ നിന്ന് വരെ? കിഴക്കുന്ന് വരും. പടിഞ്ഞാറ് പകൽ അസ്തമിക്കുകയും ചെയ്തു. രാത്രി കിഴക്ക് നിന്ന് വരികയും പകൽ പടിഞ്ഞാറ് അസ്തമിക്കുകയും വഗറബത്തി ശംസ്, സൂര്യൻ മറഞ്ഞു പോവുകയും ചെയ്താൽ ഫഖദ് അഫ്തറ as-സായിം, നോമ്പുകാരൻ നോമ്പ് മുറിച്ചു കഴിഞ്ഞിരിക്കുന്നു. ചില പണ്ഡിതന്മാർ ആ ഹദീസ് വിശദീകരിച്ചപ്പോൾ പറഞ്ഞു തിന്നിട്ടില്ലെങ്കിൽ നോമ്പ് മുറിച്ചിട്ടുണ്ട്. ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ പോലും അവൻ നോമ്പുകാരനല്ല ഇനി മുതൽ. അവൻ്റെ സമയം കഴിഞ്ഞു, ഇനി നോമ്പിലല്ല അവനുള്ളത്.
അപ്പോൾ ഈ മൂന്നിൽ ഏതെങ്കിലും ഒന്ന് സംഭവിച്ചാൽ മതി, അതോടുകൂടി ഉറൂബു ശംസ് ഉണ്ടായത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസ് പറഞ്ഞു തന്നത് വളരെ എളുപ്പമുള്ള കാര്യമാണ് നമുക്ക് നൽകിയത്. കാരണം ഇതിൽ മൂന്നിൽ ഏതെങ്കിലും ഒന്ന് കണ്ടാൽ മതി. ഇതിലേതെങ്കിലും ഒന്ന് സംഭവിച്ചാൽ ബാക്കി രണ്ടും ഉറപ്പായിട്ടുണ്ടാവും. രാത്രി അവിടെ നിന്ന് കണ്ടു തുടങ്ങിയാൽ ഉറപ്പായിരിക്കും പകൽ പോയിട്ടുണ്ട്. പകൽ പോയി എന്ന് കണ്ടാൽ, ഇവിടെ അസ്തമിച്ചു എന്ന് കണ്ടാൽ, പകലിൻ്റെ വെളിച്ചം പിന്നെ പകൽ അവസാനിച്ചു എന്ന് കണ്ടാൽ ഉറപ്പാണ് രാത്രി പുറപ്പെട്ടിട്ടുണ്ട്. സൂര്യൻ അസ്തമിച്ചിട്ടുണ്ട് എങ്കിൽ ഈ പറഞ്ഞ ബാക്കി രണ്ട് കാര്യവും ഉണ്ടായിട്ടുണ്ടായിരിക്കും. ചിലപ്പോൾ ഏതെങ്കിലും ഒരാൾക്ക് ഇതിലേതെങ്കിലും ഒന്ന് അവ്യക്തമായി പോയേക്കാം. ഒരു സ്ഥലത്ത് ലൈറ്റ് ഉണ്ടെങ്കിൽ അവൻ ചിലപ്പോൾ തെറ്റിദ്ധരിക്കാം. പക്ഷേ അപ്പോൾ അവനിവിടെ ബാക്കി രണ്ട് അടയാളങ്ങൾ വേറെ ഉണ്ട്. ഏതൊക്കെ രണ്ട് അടയാളങ്ങൾ? ഒന്ന് സൂര്യാസ്തമിക്കുക, അല്ലെങ്കിൽ പകൽ അവസാനിക്കുക, അല്ലെങ്കിൽ രാത്രി ഇതിലേലും ഒന്ന് സംഭവിച്ചാൽ മതി, മൂന്ന് സംഭവിക്കേണ്ടതില്ല. ശരി പറഞ്ഞേ. ഇതാണ് ഉറൂബു ശംസ് എന്നതിൻ്റെ അടയാളം. ഉറൂബു ശംസ് എന്നതിൻ്റെ അടയാളം ഈ പറഞ്ഞതാണ്. ഹദീസ് ബുഖാരി മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ്. ഉമർ ഇബ്നുൽ ഖത്താബിൻ്റെ ഹദീസാണ്. കാണാതെ പഠിക്കാൻ വളരെ എളുപ്പമാണ്. ഇദാ അഖ്ബല അൽ-ലൈലു മിൻ ഹാഹുന വഅദ്ബറ അൻ-നഹാറു മിൻ ഹാഹുന വഗറബത്തി ശംസ് ഫഖദ് അഫ്തറ അസ്സായിം. ആണ് ഹദീസ്. ശരി, ഈ വിഷയത്തിൽ നമുക്ക് ഉപകരിക്കുന്ന ഒന്ന് രണ്ട് മസലകളുണ്ട്. ഒന്ന്, വിമാനത്തിൽ കയറുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. വിമാനത്തിൽ കയറുന്ന ആൾക്ക് രണ്ടാലൊരവസ്ഥ ഉണ്ടായിരിക്കാം. ഒന്നല്ലെങ്കിൽ അയാൾ നോമ്പുകാരനായിരിക്കെ വിമാനത്തിൽ കയറി. വിമാനത്തിൽ കയറുമ്പോൾ നോമ്പുകാരനാണ്, സൂര്യൻ അസ്തമിച്ചിട്ടില്ല, മഗ്‌രിബിൻ്റെ സമയമായിട്ടില്ല. അപ്പോൾ ഇവിടെ 6 മണിക്ക് മഗ്‌രിബിൻ്റെ ബാങ്ക് കൊടുക്കുമെന്ന് വിചാരിക്കുക. നമ്മൾ വിമാനത്തിൽ കയറി 6 മണിയായി, വിമാനത്തിൽ നിന്ന് പുറത്ത് നോക്കിയപ്പോൾ 6 മണിക്ക് എന്ത് ചെയ്യും? നമ്മൾ നോമ്പ് തുറക്കാനുള്ള സമയമായിട്ടുണ്ട്. പക്ഷേ വിമാനത്തിൽ നിന്ന് നോക്കുമ്പോൾ ആരെ കാണുന്നുണ്ട്? സൂര്യനെ കാണുന്നുണ്ട്. എങ്കിൽ എന്തു ചെയ്യണം? എങ്കിൽ അവൻ നോമ്പ് മുറിക്കരുത്. അവനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ പകൽ അവസാനിച്ചിട്ടില്ല. മനസ്സിലായി പറഞ്ഞേ? ഒരാൾ വിമാനത്തിൽ കയറുന്ന സമയത്ത് അവനുണ്ടായിരുന്ന നാട് ഏതാണോ, ഇനി അല്ലെങ്കിൽ വേണ്ട, ഒരാൾ വിമാനത്തിൽ കയറി, നോമ്പുകാരനാണ്, അവൻ വിമാനത്തിൽ യാത്ര ചെയ്യുന്നു, അവന് മറ്റേ വല്ല TV വഴിയോ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇൻ്റർനെറ്റ് വഴിയോ അവന് തിരിച്ചറിയും വിമാനത്തിൻ്റെ അടിയിൽ നിൽക്കുന്ന ആളുകൾക്ക് നോമ്പ് മുറിക്കാനുള്ള സമയമായിട്ടുണ്ട്. അവന് മനസ്സിലായി നോമ്പ് മുറിക്കാൻ പാടുണ്ടോ? സൂര്യനെ കാണുന്നുണ്ട് എങ്കിൽ നോമ്പ് മുറിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ഒരേ സ്ഥലത്ത് നിൽക്കുന്ന രണ്ടാളുകൾക്ക് ഉയരത്തിൻ്റെ അടിസ്ഥാനത്തിൽ നോമ്പ് മുറിക്കുന്നതിൻ്റെ സമയത്തിൽ വ്യത്യാസം വരും. പർവ്വതത്തിൻ്റെ താഴെ താമസിക്കുന്നവന് ചിലപ്പോൾ നേരത്തെ ആയിരിക്കും നോമ്പ് മുറിക്കുന്ന സമയം. പർവ്വതത്തിന് മുകളിലുള്ള അയാൾക്ക് കുറച്ചും കൂടി കഴിഞ്ഞിട്ട് സൂര്യാസ്തമിക്കുള്ളൂ. അയാൾക്ക് ചിലപ്പോൾ സമയം വ്യത്യാസം വരും. ഇപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ പ്രായോഗികമായ ഉദാഹരണങ്ങളിലൊന്നാണ് ഇപ്പോൾ ഈ ദുബായിലുള്ള വലിയ കെട്ടിടം ബുർജ് ഖലീഫ. അതിൻ്റെ ഓരോ കെട്ടിടങ്ങൾക്കും അനുസരിച്ചിട്ട് എൻ്റെ അറിവിൽ ഇത്ര കെട്ടിടങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു മിനിറ്റിൻ്റെ വ്യത്യാസമുണ്ട്. ഏറ്റവും മുകളിൽ നിൽക്കുന്ന ആൾക്ക് 3 മിനിറ്റിൻ്റെ വ്യത്യാസം ഉണ്ടെന്നു. എൻ്റെ മിനിറ്റിൻ്റെ കണക്ക് എനിക്ക് കൃത്യമായിട്ട് ചിലപ്പോൾ ഞാൻ പറഞ്ഞതിൽ തെറ്റുണ്ടായിരിക്കും. പക്ഷേ കാരണം ഇത്രയും ദൂരത്തെയാണ്. സ്വാഭാവികമായിട്ട് സൂര്യൻ ആലോചിച്ചാൽ മനസ്സിലാവും. ഇപ്പോൾ നമ്മളിവിടെ നിൽക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സൂര്യൻ ഇവിടെ നിന്ന് അസ്തമിച്ചു കഴിഞ്ഞാൽ അവന് സൂര്യനെ കാണാൻ കഴിയില്ല. എന്നാൽ മേലെ നോക്കിയാലോ അവന് സൂര്യനെ കാണാൻ സാധിക്കും. മേലെന്ന് നോക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം സൂര്യനെ കാണുന്നുണ്ട്. അവൻ സൂര്യനെ കാണുന്നുണ്ട് എങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം അവന് നോമ്പ് മുറിക്കാനുള്ള സമയമായിട്ടില്ല. ഇത് നേരെ തിരിച്ചുമാവാം. എങ്ങനെയാവാം? ഒരാൾ താഴ്ചയിൽ പോയാലോ, താഴ്വാരത്തിലാണ് താമസിക്കുന്നത് എങ്കിൽ അയാൾക്ക് ചിലപ്പോൾ നേരത്തെ ആയിരിക്കും അയാളെ സംബന്ധിച്ചിടത്തോളം സൂര്യൻ അസ്തമിക്കുന്നത്. ഒരാൾ കുഴിയിലിറങ്ങി നിന്നാൽ അങ്ങനെ ചോദിക്കരുത്. മറിച്ച് ഒരാൾ ഒരു താഴ്വാരത്തിലാണ് താമസിക്കുന്നത്, ഒരു ഭൂപ്രതലം അങ്ങനെയാണ്. ആ ഭൂമിയിൽ വലിയൊരു സ്ഥലത്തുള്ള ആളുകൾക്കൊക്കെ സമയമാകുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലാതെ ഒരാൾ താഴ്ന്നിറങ്ങിയിട്ട് കുഴിൻ്റെ ഉള്ളിൽ ഇറങ്ങിയിട്ട് എനിക്ക് സൂര്യാസ്തമി എന്ന് പറഞ്ഞോട് ശരിയാവില്ല. മറിച്ച് അയാൾ നിൽക്കുന്ന ഒരു സ്ഥലം, ആ സ്ഥലത്ത് ആ ഒരു വിശാലമായ ഭാഗത്ത് നിൽക്കുന്ന ജനങ്ങൾക്ക് എന്താണോ നോമ്പിൻ്റെ സമയമായി വരുന്നത്, സൂര്യൻ അവർക്ക് അസ്തമിക്കുന്നുണ്ടോ ഇല്ലേ, അതാണ് പരിഗണിക്കേണ്ട കാര്യം. മനസ്സിലായി പറഞ്ഞേ? അപ്പോൾ വിമാനത്തിൽ കയറുന്ന ആളുടെ ഒന്നാമത്തെ അവസ്ഥ ഈ പറഞ്ഞതാണ്, കാഴ്ചയുടെ അടിസ്ഥാനത്തിൽ അയാൾ എന്താണോ കാണുന്നത് അതാണ് അയാളുടെ നോമ്പ് തുറക്കാനും നോമ്പ് തുടങ്ങാനുമൊക്കെയുള്ള കാര്യങ്ങളുടെ മാനദണ്ഡം.
മനസ്സിലായി പറഞ്ഞ്. ഇതിപ്പോൾ നേരെ തിരിച്ചു ആവാം. ഒരാളിപ്പോൾ ഉദാഹരണത്തിന് അത്താഴത്തിൻ്റെ സമയം ഇവിടെ 6 മണിക്ക് അവസാനിക്കാമെന്ന് വിചാരിക്കുക. പക്ഷേ വിമാനത്തിൽ കയറിയപ്പോൾ അയാളതാ മേലെത്തിയപ്പോഴത്തേക്ക് സൂര്യനെ കണ്ടു. ചിലപ്പോൾ 5:45 ആയിട്ടുണ്ടാവുള്ളൂ. അയാൾ അതോടുകൂടി അയാളുടെ നോമ്പ് ആരംഭിച്ചു. ഇയാൾ ഭക്ഷണം കഴിക്കാൻ പാടില്ല. സൂര്യനെ കണ്ടു കഴിഞ്ഞാൽ അതോടുകൂടി അയാൾ നോമ്പ് ആരംഭിച്ചു. ഇത് ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ, ഷെയ്ഖ് ഇബ്നു ബാസ് ഇവരുടെയൊക്കെ ഫത്വ ഈ രൂപത്തിലാണ്. ഇല്ല, പ്രകാശം വെളിച്ചത്തിൻ്റെ പ്രകാശമാണെങ്കിൽ സൂര്യനെ കാണുന്ന മറ്റേ എന്താ പറയുക, ഉദയം എന്ന അർത്ഥത്തിലുള്ള പ്രകാശം കാണുകയാണെങ്കിൽ പകലിലാണ്. അതെ, അത് കണ്ടാൽ മതി. അയ്യോ, നേരെ സൂര്യനെ കാണൂല ആ സമയത്ത്, പുലരിയുടെ വെളിച്ചം കണ്ടാൽ മതി. രണ്ടാമത്തെ അവസ്ഥ, ഒരു മനുഷ്യൻ അയാൾ പിന്നെ ഇവിടെ 6 മണിക്ക് മഗ്‌രിബ് ബാങ്ക് കൊടുക്കും. ഈ മഗ്‌രിബ് ബാങ്ക് കൊടുക്കുന്നു ഞാൻ പറയാൻ കാരണം, ആളുകൾ പൊതുവെ മഗ്‌രിബ് ബാങ്ക് അടിസ്ഥാനപ്പെടുത്തി നോമ്പ് തുറക്കുന്നതുകൊണ്ടാണ്. അല്ലെങ്കിൽ ശരിക്ക് നോമ്പ് തുറക്കാനുള്ള അടിസ്ഥാനം ബാങ്കല്ല, മറിച്ച് ബാങ്ക് ആ സമയത്താണ് കൊടുക്കുന്നത് എന്നതുകൊണ്ട് ആളുകളത് പരിഗണിക്കുന്നു. അത് പരിഗണിക്കാവുന്നത് തന്നെയാണ്, അതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ ഒരു മുഅദ്ദിൻ ബാങ്ക് അറിയാതെ വൈകി വിളിച്ചു എന്ന് വിചാരിക്കുക, സമയമായി എന്ന് ഉറപ്പായാൽ അവന് നോമ്പ് തുറക്കാവുന്നതാണ്, ഇത് വേറെ വിഷയം. ഇവിടെ മഗ്‌രിബ് ബാങ്ക് 6 മണിക്കെന്ന് വിചാരിക്കുക. ഒരാൾ നോമ്പ് തുറന്നു, ഫ്ലൈറ്റിൽ കയറി, മേലെത്തിയപ്പോൾ സൂര്യനെ കണ്ടു, എന്ത് ചെയ്യണം? മനസ്സിലായി പറഞ്ഞേ? വിഷയം മനസ്സിലായി നിങ്ങൾക്ക്? അയ്യോ, എന്ത് ചെയ്യണം? അയാളൊന്നും ചെയ്യണ്ടല്ലോ, അയാൾ നോമ്പ് തുറന്ന്, അയാൾ നോമ്പ് തുറന്നു കഴിഞ്ഞു. അയാളെ സംബന്ധിച്ചിടത്തോളം നോമ്പ് തുറക്കാവുന്ന ഒരു സ്ഥലത്തെത്തിയതിന് ശേഷമാണ് അയാൾ മേലേക്ക് പോയിട്ട് എന്ത് പകലിലേക്ക് വന്നിരിക്കുന്നത്. അതുകൊണ്ട് അയാളുടെ നോമ്പ് മുറിച്ച നോമ്പ് ഇനി എന്ത് ചെയ്യേണ്ടതില്ല, വീണ്ടും തുടരേണ്ടതില്ല, അയാൾക്ക് ഭക്ഷണം കഴിക്കാം. കാരണം അയാൾ നോമ്പ് തുറക്കാവുന്ന ഒരു സ്ഥലത്ത്, അതിന് അനുവദനീയമായ ഒരു സ്ഥലത്ത് നിന്നുകൊണ്ടാണ് അയാൾ പിന്നെ എന്ത് ചെയ്തത്, നോമ്പ് തുറക്കാൻ പാടില്ലാത്തൊരു സ്ഥലത്തേക്ക് അയാൾ എത്തിയത്. പിന്നെ അവിടുത്തെ നിയമം അനുസരിച്ച് അയാൾ ചെയ്യേണ്ടതില്ല. മനസ്സിലായി പറഞ്ഞു? ഇവ 2 അവസ്ഥകൾ ഈ പറഞ്ഞതാണ്. വിമാനത്തിൽ കയറുന്ന ആളുകൾക്ക് ഉണ്ടാകുന്ന 2 സ്ഥിതികൾ ഈ പറഞ്ഞതാണ്. അതുപോലെ തന്നെ മറ്റൊരു വിഷയം, ഈ യൂറോപ്പ് പോലുള്ള സ്ഥലങ്ങളിൽ താമസിക്കുന്ന ആളുകൾക്ക് ബാധകമായേക്കാവുന്ന മറ്റൊരു കാര്യമാണ്. അവർക്ക് 2 അവസ്ഥകളുണ്ട്. ഒന്ന്, ചില നാടുകളിൽ 6 മാസത്തേക്ക് പകലും 6 മാസത്തേക്ക് രാത്രിയും ഉണ്ടാകുന്ന സ്ഥലങ്ങൾ ഉണ്ടാകാറുണ്ട്. അവരെന്ത് ചെയ്യണം? 6 മാസത്തേക്ക് പകലാണ്, 6 മാസത്തേക്ക് രാത്രിയാണ്. അപ്പോൾ അതിനിടയിൽ റമദാൻ വന്നെത്തിയാൽ എന്തു ചെയ്യണം? ഷെയ്ഖ് ഇബ്നു ബാസിനെ പോലുള്ള, ഇബ്നു ഉസൈമീനെ പോലുള്ള പല പണ്ഡിതന്മാരുടെയും ഫത്വ, അവരോട് ഏറ്റവും അടുത്തുള്ള ഏതെങ്കിലും ഒരു നാട്ടിൽ 24 മണിക്കൂറിനുള്ളിൽ പകലും രാത്രിയും വന്നെത്തുന്നുണ്ട് എങ്കിൽ ആ നാട്ടുകാരുടെ സമയമനുസരിച്ച് അവർ പകലും രാത്രിയും കണക്കാക്കുകയും നിസ്കാരത്തിൻ്റെ സമയം കണക്കാക്കുകയും വേണം. എങ്ങനെ ചെയ്യേണ്ടത്? മക്കയിലെ സമയമാണോ? അല്ല, അവരോട് ഏറ്റവും അടുത്തുള്ള നാട്, ആ നാട്ടിൽ എന്തുണ്ടായിരിക്കണം? 24 മണിക്കൂറിനുള്ളിൽ പകലും ഉണ്ടാകുന്നുണ്ട്, രാത്രി ഉണ്ടാകുന്നുണ്ട്. എത്ര കുറച്ചാകട്ടെ കൂടുതലാകട്ടെ, ചിലപ്പോൾ കുറച്ചായിരിക്കും, രാത്രി കുറച്ചേ ഉണ്ടാവുള്ളൂ, പകൽ കൂടുതലായിരിക്കും, ചിലപ്പോൾ തിരിച്ചുമായിരിക്കും. അവിടെ എത്രയാണോ സമയമായി വന്നിട്ടുള്ളത് ആ സമയം അവരുടെ സമയമായി പരിഗണിക്കുക. അതനുസരിച്ച് അവർ നിസ്കാരത്തിൻ്റെ സമയവും അതുപോലെ തന്നെ നോമ്പിൻ്റെ സമയവും ഗണിക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഒരു വിഭാഗം ആരാണ്? പകലേ ഇല്ല അല്ലെങ്കിൽ രാത്രിയേ ഇല്ല. ഈ ആളുകൾ എന്ത് ചെയ്യണം? അടുത്തുള്ള നാട്ടുകാരെ പരിഗണിക്കുക. എന്തേ തെളിവ് അതിന്? മസീഹുദ് ദജ്ജാൽ ഹദീസാണ് തെളിവ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മസീഹുദ് ദജ്ജാൽ വന്നെത്തിയാൽ 40 ദിവസം ഉണ്ടായിരിക്കും, അതിലൊരു ദിവസം വർഷത്തിന് തുല്യമാണ്, ഒരു ദിവസം ഒരു മാസത്തിന് തുല്യമാണെന്ന ഹദീസ്. ആ ഹദീസിൽ സ്വഹാബികൾ അത് കേട്ടപ്പോൾ അവർ ഉടനെ ചോദിച്ചപ്പോൾ, അള്ളാഹുവിൻ്റെ റസൂൽ, നിസ്കാരം എങ്ങനെയിരിക്കും? ഒരു ദിവസം ഒരു വർഷത്തിൻ്റെ ദൈർഘ്യമുള്ളതാണെങ്കിൽ നിസ്കരിക്കേണ്ടത് എങ്ങനെയാണ്? ഒരു ദിവസത്തെ നിസ്കാരമാണോ വേണ്ടത്, അല്ല ഒരു വർഷത്തെ നിസ്കാരമുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ മറ്റുള്ള ദിവസങ്ങളിൽ സമയം കണക്ക് കൂട്ടുന്നത് പോലെ സമയം കണക്കൂട്ടുകയും നിസ്കരിക്കുകയും വേണം. ഒരു വർഷം ഓരോ ദിവസവും കണക്കാക്കി നിസ്കരിക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഹദീസാണ് ഈ വിഭാഗം ആളുകൾക്കുള്ള തെളിവ്. ഇവർക്ക് പറഞ്ഞതിനുള്ള തെളിവ് അതാണ്. വെറുതെ കേവലം ബുദ്ധിയുടെ അടിസ്ഥാനത്തിലല്ല പണ്ഡിതന്മാർ ഈ വിഷയം അതിന് മറുപടി പറഞ്ഞു. ഒന്ന്. രണ്ടാമത്തെ വിഭാഗം സുദീർഘമായ പകലുണ്ടാകുന്ന ആളുകളാണ്. 23.5 മണിക്കൂർ ചിലപ്പോൾ പകൽ, അരമണിക്കൂർ രാത്രി ഉണ്ടാവും. നിൽക്കാറില്ല, ഉണ്ടാവും അങ്ങനെ യുക്കാർ ഉണ്ടല്ലേ? അത്രയും സുദീർഘമായ പകലുണ്ട് എങ്കിൽ
അവർ ആ പകൽ എത്രയാണോ ഉള്ളത് അത്രയും അവർ നോമ്പ് എടുക്കണം. ആ പകൽ കണക്കാക്കി ഒരു നോമ്പ് എടുക്കണം. അവർക്ക് നോമ്പ് പ്രയാസം, ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ്റെ ഫത്വയാണ് ഈ പറഞ്ഞത്, എത്രയാണോ അവരുടെ പകൽ അതനുസരിച്ച് തന്നെ അവർ നോമ്പെടുക്കണം. അവർക്ക് നോമ്പ് പ്രയാസകരമായാൽ ശാരീരികമായ അസുഖമുണ്ടാകും, അല്ലെങ്കിൽ കടുത്ത ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. ഇങ്ങനെ കടുത്ത പ്രയാസത്തിലേക്ക് അവരെത്തും എന്ന് മനസ്സിലായാൽ അവർക്ക് നോമ്പ് മുറിക്കാം. പിന്നെ നോമ്പ് നോൽക്കാൻ സാധിക്കുന്ന ഒരു സമയം എത്തുമ്പോൾ അവർ ഈ നോമ്പ് ഖദാ വീട്ടിയാൽ മതി. ഒരു നോമ്പ് ഖദാ വീട്ടിയാൽ മതി. മനസ്സിലായി പറഞ്ഞേ? നോമ്പ് എടുക്കാൻ സാധിക്കുമ്പോൾ എടുക്കുക. എടുത്തിട്ട് പറ്റുന്നില്ല, ഇത്രയും നേരം നോമ്പ് എടുക്കുക എന്നത് സാധ്യമല്ല എന്ന അവസ്ഥയാണ് വന്നെത്തിയിരിക്കുന്നത് എങ്കിൽ അവരെന്ത് ചെയ്യാൻ, നോമ്പ് പൂർണ്ണമായി നോമ്പ് മുറിക്കുകയും എന്നിട്ട് പിന്നീട് നഷ്ടപ്പെട്ട നോമ്പുകൾ എപ്പോഴാണ് അവർക്കത് നോറ്റുകൂട്ടാൻ പറ്റുന്നൊരു സമയമുണ്ടാകുന്നത് അപ്പോൾ നോറ്റുകൂട്ടുകയും ചെയ്താൽ മതിയാകുന്നതാണ്. നാലാമത്തെ കാര്യം, 3 റുക്നുകൾ പറഞ്ഞു, നോമ്പിൻ്റെ 3 റുക്ൻ. ഏതൊക്കെ? അസ്സായിം, അൽ മുസാമു അൻഹു, അൽ മുസാമു ഫീഹി. നാലാമത്തെ കാര്യം മുസാമുൻ ലഹു, ആർക്കു വേണ്ടിയാണോ നോമ്പെടുക്കുന്നത് ഇതാണ് നിയ്യത്ത്. വഹു അല്ലാഹു തആല, ആർക്ക് വേണ്ടി നോമ്പെടുക്കുന്നത്? അള്ളാഹുവിന് വേണ്ടിയാണ് സുബ്ഹാനഹു വതആല. അള്ളാഹുവിന് വേണ്ടി നോമ്പെടുത്താൽ മാത്രമേ സ്വീകരിക്കപ്പെടുള്ളൂ. വമഹല്ലു ദാലിക നിയ്യ, അള്ളാഹുവിന് വേണ്ടി നോമ്പെടുക്കുക എന്ന് പറയുന്നത് അതിൻ്റെ സ്ഥാനം എവിടെയാണ്? നിയ്യത്താണ്. നിയ്യത്താണ് അതിൽ ഉണ്ടായിരിക്കുന്നത്. തെളിവ് എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസാണ്, ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത് വഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവ. ഇൻഷാ അല്ലാഹ് നിയ്യത്തുമായി, നോമ്പിൻ്റെ നിയ്യത്ത് എന്നത് പ്രത്യേകം പഠിക്കാനുള്ള മസലയാണ്, അത് പിന്നീട് വരുന്നതാണ്, ഇൻഷാ അല്ലാഹ് വിശദമായിട്ട് വരുന്നതാണ്. വഫുറിദ സൗമു റമദാന ഫിസ്സനത്തി الثانിയത്തി ലിൽ ഹിജ്റ, റമദാൻ മാസത്തിലെ നോമ്പ് ഹിജ്റ 2-ാം വർഷത്തിലാണ് നിർബന്ധമാക്കപ്പെട്ടത്. അതിനു മുൻപ് ആഷുറാൻ്റെ നോമ്പ് നിർബന്ധമായിരുന്നു. റമദാൻ മാസത്തിലെ നോമ്പ് നിർബന്ധമായതോടുകൂടി പിന്നീട് മറ്റുള്ള നോമ്പുകളൊക്കെ സുന്നത്ത് നോമ്പുകളാവുകയും റമദാൻ മാസത്തിലെ നോമ്പ് മാത്രം ശറഇൻ്റെ അടിസ്ഥാനത്തിൽ നിർബന്ധമാവുകയും ചെയ്തു. ശറഇൻ്റെ അടിസ്ഥാനം വരും. അത് റമദാൻ മാസത്തിലെ നോമ്പ് നിർബന്ധമാണ് എന്ന കാര്യത്തിൽ ഇജ്മാ ഉണ്ട്. ഖുർആനിൽ ആയത്തതിന് തെളിവാണ്, ഹദീസ് അതിന് തെളിവാണ്. ഖുർആനിൽ ആയത്തിൽ എവിടെ തെളിവ്? ഷഹ്റു റമദാൻ അല്ലദി ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൽ ലിന്നാസി വബയ്യിനാത്തി മിനൽ ഹുദാ വൽ ഫുർഖാൻ ഫമൻ ഷഹിദ മിൻകുമുശ് ശഹ്റ ഫലിയസും. ഫമൻ ഷഹിദ മിൻകുമുശ് ശഹ്റ, നിങ്ങൾ ആരെങ്കിലും ആ മാസത്തിന് സാക്ഷിയായോ ഫലിയസും. ഫലിയസും അതായത് ഏതാ ഫേല്? അമ്ര ഏതാ? ഗായിബ്, അമ്ര ഗായിബാണ്. ഫലിയസും, അവൻ നോമ്പെടുക്കട്ടെ. ഫലിയസുംഹു, ഫലിയസുംഹു എന്ന് പറയുമ്പോൾ ഏതാ? ഫലിയസും ദാക ഷഹർ, ആ മാസം അവൻ നോമ്പെടുക്കട്ടെ. റമദാൻ മാസത്തിൽ ഒരാൾ ഉണ്ടോ അവൻ നോമ്പെടുത്തിരിക്കണം. അമ്രാണ്, അത് കൽപ്പനയാണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് തോന്നുന്നു, അസ്ലുഫിൽ അവാമിരി അൽ വുജൂബ്. ഖുർആനിൽ അള്ളാഹു നിരുപാധികമായ ഒരു കൽപ്പന പറഞ്ഞാൽ അത് വാജിബിനെയാണ് അറിയിക്കുന്നത്, വാജിബായിരിക്കും, അത് വാജിബാണ്. വേറെ ആയത്ത്, നോമ്പിൻ്റെ ആയത്ത്, യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. കുതിബ ഐ ഫറദ ഔ ഫുറിദ. കുതിബ എന്ന് പറഞ്ഞാൽ വാജിബാക്കപ്പെട്ടിരിക്കുന്നു, അതാണ് കുതിബയുടെ ഉദ്ദേശം. നിങ്ങൾക്കുമേൽ നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു അസ്സിയാം, നോമ്പ്, കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും. പണ്ഡിതന്മാർ ചിലർ പറഞ്ഞു അത് ഈ ഉമ്മത്തിനോടുള്ള തലത്തുഫാണ്. അങ്ങനെ നോമ്പ് കുറച്ച് പ്രയാസമുള്ള അമലാണ്. അപ്പോൾ അവരോട് അത് കൽപ്പിച്ചപ്പോൾ പറഞ്ഞത് നിങ്ങൾക്ക് മുൻപുള്ളവർക്കുമുള്ള കാര്യമായിരുന്നു. അത് മനുഷ്യന്മാർക്ക് പൊതുവെ കാര്യങ്ങൾക്കൊരു എളുപ്പം തോന്നിക്കാനുള്ള വഴികളിൽപ്പെട്ടതാണ്. എന്നെപ്പോലെ വേറെ ആൾക്കും ഇതേപോലെ തന്നെയാണെന്ന് പറഞ്ഞാൽ അവന് സമാധാനമായി. പിന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടിയാണ്, ഈ ഉമ്മത്തിലുള്ള സമാധാനപ്പെടുത്തൽ കൂടിയാണ് ആ വാക്ക്, കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും. പക്ഷേ അവർക്ക് നിർബന്ധമാക്കപ്പെട്ടതുപോലെയാണ് നിർബന്ധമാക്കപ്പെട്ടതെങ്കിലും നോമ്പ് പിന്നീട് അള്ളാഹു അവർക്കുള്ളതിനേക്കാൾ ഇളവുകൾ ഈ ഉമ്മത്തിന് നൽകിയിട്ടുണ്ട്. അവർക്കുള്ളതിനേക്കാൾ ഇളവുകൾ ഈ ഉമ്മത്തിന് നൽകിയിട്ടുണ്ട്. അതിൽ അവർ നോമ്പിൻ്റെ കാര്യത്തിൽ എന്ത് ചെയ്തു? പലതും കടത്തിക്കൂട്ടി, പലതും കുറച്ചു. മാത്രമല്ല നോമ്പ് അവർ സൂര്യവർഷത്തിൻ്റെ അടിസ്ഥാനത്തിലേക്ക് മാറ്റി. അതോടുകൂടി കാലാവസ്ഥ, നിങ്ങൾക്കറിയാം, സൂര്യവർഷത്തിൻ്റെ അടിസ്ഥാനത്തിൽ കാലാവസ്ഥ പൊതുവെ സ്ഥിരതയുള്ളതായിരിക്കും.
ഈ സൂര്യവർഷ അടിസ്ഥാനത്തിൽ കാലാവസ്ഥക്ക് വേനൽക്കാലം ഇത്ര സമയത്ത് ഇപ്പോൾ ഒരു വേനൽക്കാലത്തുള്ള നോമ്പൊക്കെ എന്ത് ചെയ്തു സുഖമുള്ള സമയത്തേക്ക് മാറ്റി. പക്ഷേ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം റമദാൻ മാറി മാറി വന്നുകൊണ്ടേയിരിക്കും. കടുത്ത വേനലിൽ ഒന്ന് നോമ്പെടുക്കും, ശൈത്യത്തിലും ഒന്ന് നോമ്പുണ്ടായിരിക്കും. എല്ലാ കാലാവസ്ഥകളിലൂടെയും അവൻ നോമ്പിലൂടെ കടന്നു പോകും. ഒരു വർഷത്തിൽ ഒരു മനുഷ്യൻ ജീവിക്കുമ്പോൾ 10-30 കൊല്ലം ജീവിക്കുമ്പോഴത്തേക്ക് അവൻ ഏതാണ്ട് എല്ലാ കാലാവസ്ഥകളിലൂടെയും മാറി മാറി വന്നിരിക്കും. എളുപ്പമുള്ള നോമ്പും അനുഭവിച്ചിട്ടുണ്ടാവും, കുറച്ച് ദൈർഘ്യമുള്ള നോമ്പും അനുഭവിച്ചിട്ടുണ്ടായിരിക്കും. നോമ്പ് നിർബന്ധമാക്കപ്പെട്ടത് 3 ഘട്ടങ്ങളായിക്കൊണ്ടാണ്. ഇസ്ലാമിൽ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടത് 3 ഘട്ടങ്ങളായിക്കൊണ്ടാണ്. ഒന്നാമത്തെ ഘട്ടം തഖീറിൻ്റെ ഘട്ടമാണ്. കാരണം ഒന്നല്ലെങ്കിൽ നോമ്പെടുക്കുക, അതല്ലെങ്കിൽ നോമ്പ് ഒഴിവാക്കി പകരം ഒരു മിസ്കീന് ഭക്ഷണം കൊടുക്കുക. അതാണ് വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു തആല നോമ്പിൻ്റെ ആയത്തുകളിൽ ആദ്യം പറഞ്ഞത്. യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കുമുസ് സിയാം എന്ന ആയത്തിന് ശേഷം പിന്നീട് അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞ ആയത്തിൽ അത് കാണാം. أيام معدودات فمن كان منكم مريضا أو على سفر فعدة من أيام أخر وعلى الذين يطيقونه فدية طعام مسكين. وعلى الذين يطيقونه സാധിക്കുന്ന ആളുകൾ, ചിലർ തഫ്സീർ പറഞ്ഞു അലല്ലദീന ലാ യുതീഖൂന, നോമ്പ് സാധിക്കാത്ത ആളുകൾ എന്ന് തഫ്സീർ പറഞ്ഞ ആൾക്കാരുണ്ട്. പിന്നീട് നസ്ഖ് ഇങ്ങനെയാണ്, ഇൻഷാ അല്ലാഹ് പിന്നീട് വിശദീകരിക്കാൻ. വഅലല്ലദീന യുതീഖൂന സാധിക്കുന്ന ആളുകളാണെങ്കിൽ, അതായത് പാവപ്പെട്ടവന് ഭക്ഷണം കൊടുക്കാൻ കഴിയുന്നവനാണെങ്കിൽ വഅലല്ലദീന യുതീഖൂനഹു ഫിദ്യത്തുൻ തആമു മിസ്കീൻ. സാധിക്കുന്നവനാണെങ്കിൽ നോമ്പ് എടുക്കേണ്ട, നോമ്പിന് പകരം എന്ത് ചെയ്താൽ മതി, ഒരു മിസ്കീന് ഭക്ഷണം കൊടുത്താൽ മതി. എന്നിട്ട് അതിൻ്റെ ആയത്ത് അവസാനിച്ചത് എങ്ങനെ, വഅൻ തസൂമു ഖൈറുൽ ലക്കും, നിങ്ങൾ നോമ്പെടുക്കുന്നതാണ് ഭക്ഷണം കൊടുക്കുന്നതിനേക്കാൾ നിങ്ങൾക്ക് നല്ലത്. അപ്പം ആദ്യത്തെ നോമ്പിൻ്റെ രൂപം ഇതായിരുന്നു. ഒന്നല്ലെങ്കിൽ നോമ്പെടുക്കുക, അല്ലെങ്കിൽ ഭക്ഷണം കൊടുക്കുക. നോമ്പെടുക്കുന്നതാണ് വൻ തസൂമു ഖൈറുൽ ലക്കും ഇൻ കുൻതും തഅലമൂൻ. അതാണ് ഒന്നാമത്തെ ഘട്ടം. സലമത്ത് ഇബ്നുൽ അക്വ അദ്ദേഹത്തിൻ്റെ ഹദീസിൽ അദ്ദേഹം പറഞ്ഞു, ലമ്മ നസലത് വഅലല്ലദീന യുതീഖൂനഹു ഫിദ്യത്തുൻ തഅമു മിസ്കീൻ كان من أراد أن يفطر ويفتدي حتى نزلت الآية التي بعدها فنسختها. ഈ ആയത്ത് അവതരിച്ചപ്പോൾ ഭക്ഷണം കൊടുക്കാൻ പറ്റുന്ന ആളുകൾ അവർ ഭക്ഷണം കൊടുക്കുകയും നോമ്പ് ഒഴിവാക്കുകയും ചെയ്തിരുന്നു. പിന്നീട് അടുത്ത ആയത്ത് അവതരിച്ചതോടുകൂടി, ആ ആയത്ത് അവതരിച്ചതോടുകൂടി മുൻപുള്ള ആയത്ത് മൻസൂഖായി. എന്താ അടുത്ത ആയത്ത്? അടുത്ത ആയത്തിൽ എന്തായിരിക്കും നസ്ഖിൻ്റെ ആയത്ത്? ഏതായിരിക്കും? ആയത്തിൽ ഏത് ഭാഗമായിരിക്കും? മൻ ഷഹിദ മിൻകുമു ശഹ്റ ഫൽയസും. പിന്നെ ഇനി നോമ്പിന് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമല്ല. നോമ്പ് റമദാനിലുണ്ടോ നോമ്പ് എടുത്തിരിക്കണം. അതോടുകൂടി കൽപ്പന എല്ലാവർക്കും ബാധകമായി. അപ്പോൾ മുന്നത്തെ ആയത്തിന് എന്താ പറയുക, ആയത്തിൽ വിധി എന്താണ്? മൻസൂഖാണ്. ഈ ആയത്തോ മൻസൂഖാണെങ്കിൽ പിന്നെ എൻ്റെ ഫായിൽ എങ്ങനെയായിരിക്കും? നാസിഖ്. ഈ ആയത്ത് എന്താണ്? നാസിഖ്. മറ്റേത് മൻസൂഖ്. ഒന്നാമത്തെ നോമ്പിൻ്റെ ഘട്ടം അതാണ്. രണ്ടാമത്തെ നോമ്പിൻ്റെ ഘട്ടം നോമ്പ് നിർബന്ധമാക്കി. പക്ഷേ അതിൽ ചെറിയ വ്യത്യാസമുണ്ട് ഈ കാലഘട്ടത്തിലെ നോമ്പുമായി. ഒരാൾ നോമ്പെടുത്തു, രാത്രിയായി കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കുന്നതിന് മുൻപ് അവൻ കിടന്നുറങ്ങിയാൽ പിന്നെ അടുത്ത ദിവസം രാത്രിയാകുന്നത് വരെ ഭക്ഷണം കഴിക്കാൻ പാടില്ല. അടുത്ത ദിവസം മുതൽ അടുത്ത ദിവസം മഗ്രിബ് വരെ അവൻ നോമ്പിലാണ്. മനസ്സിലായി പറഞ്ഞേ? മഗ്രിബായി ഇന്നത്തെ ദിവസം. അപ്പോൾ മഗ്രിബിനെത്തിയപ്പോൾ ഭക്ഷണം കഴിക്കുന്നതിന് നോമ്പ് തുറക്കുന്നതിന് മുൻപ് അവൻ കിടന്നു എന്ന് വിചാരിക്കുക, ഉറങ്ങി. എങ്കിൽ ഉറങ്ങി എഴുന്നേറ്റാൽ പിന്നെ ഇനി അടുത്ത മഗ്രിബ് വരെ ഭക്ഷണം കഴിക്കാൻ പാടില്ല. ഫജ്ർ ബാങ്ക് കൊടുക്കുന്നത് വരെ ഭക്ഷണം കഴിക്കാൻ അനുവാദമില്ല. പിന്നെ ഇനി എപ്പോഴേ കഴിക്കാൻ പാടുള്ളൂ? അടുത്ത ഫജ്ർ വരെ, അടുത്ത മഗ്രിബ് വരെ ഭക്ഷണം കഴിക്കാൻ അനുവാദമില്ല. അതായിരുന്നു രണ്ടാമത്തെ നോമ്പിൻ്റെ അവസ്ഥ. നോമ്പ് രണ്ടാമത്തെ ഘട്ടം ഈ രൂപത്തിലായിരുന്നു. നോമ്പെടുത്താൽ കുറച്ച് സമയം അങ്ങനെ ഉണ്ടായിട്ടുള്ളൂ. നോമ്പെടുത്താൽ രാത്രി ഒരാൾ മഗ്രിബിന് ശേഷം ഭക്ഷണം കഴിക്കുന്നതിന് മുൻപ് കിടന്നുറങ്ങിയാൽ പിന്നെ അവൻ എന്ത് ചെയ്യാൻ പാടില്ല, പിന്നെ അടുത്ത മഗ്രിബ് വരെ നോമ്പെടുക്കാൻ പാടില്ല. മഗ്രിബിന് ശേഷം എന്നുള്ളതല്ല, കിടന്നുറങ്ങിയാൽ, ഒരാൾ ഉറങ്ങിയാൽ പിന്നെ നോമ്പ് എടുക്കാൻ പറ്റില്ല, ഭക്ഷണം കഴിക്കാൻ പറ്റില്ല.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബിമാരിൽ ചിലർക്ക് ഈ അവസ്ഥയിൽ നോമ്പ് അവർക്ക് ചില പ്രയാസങ്ങൾ സൃഷ്ടിച്ചു ശാരീരികമായിട്ട്. ബറാ ഇബ്നു ആസിബിൻ്റെ ഹദീസിൽ കാണാം, കാന അസ്ഹാബു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ കാന റജുലു സായിമൻ ഫഹദറ الإفطار فنام قبل أن يفطر لم يأكل ليلته ولا يومه حتى يمسي. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിമാർ അവർ ആദ്യകാലത്ത് നോമ്പ് നിർബന്ധമാക്കിയ ഘട്ടങ്ങളിൽ നോമ്പുകാരനായിരുന്നു എന്ന് വിചാരിക്കുക. എന്നിട്ട് നോമ്പ് മുറിക്കാനുള്ള സമയമെത്തി, മുറിക്കുന്നതിന് മുൻപ് കിടന്നുറങ്ങിയെങ്കിൽ ലം യകുൽ ലൈലതഹു വലാ യൗമഹു ഹത്താ യുംസി, പിന്നെ ആ രാത്രിയും ഭക്ഷണം കഴിക്കാൻ പാടില്ല, രാവിലെയും ഭക്ഷണം കഴിക്കാൻ പാടില്ല. ഹത്താ യുംസി, സൂര്യാസ്തമിക്കുന്നത് വരെ. വഇന്ന ഖൈസ് ഇബ്ന സിർമത അൽ അൻസാരിയ കാന സായിമൻ. ഖൈസ് ഇബ്നു സിർമ അൽ അൻസാരി എന്ന സഹാബി, അദ്ദേഹം ഒരിക്കൽ ഒരു ദിവസം നോമ്പുകാരനായിരുന്നു. فلما حضر الإفطار أتى امرأته فقال لها عندك طعام. അങ്ങനെ നോമ്പ് തുറക്കൽ സമയത്ത് ഇപ്പോൾ അദ്ദേഹം വീട്ടിൽ വന്നു, ഭാര്യയോട് ചോദിച്ചു ഭക്ഷണം വല്ലതുമുണ്ടോ. അപ്പോൾ അവർ പറഞ്ഞു ലാ വലാകിൻ അൻതലിഖു ഫഅത്ലുബു ലക, ഇവിടെ ഭക്ഷണമില്ല, ഞാൻ പോയിട്ട് എവിടെയെങ്കിലും പോയിട്ട് നോക്കിയിട്ട് ഭക്ഷണം കൊണ്ടുവരാം. വകാന യൗമഹു യഅമലു ഫഗലബത്ഹു ഐനാ. അന്ന് രാവിലെ മുഴുവൻ അദ്ദേഹം ജോലിയിലായിരുന്നു. അപ്പോൾ ഭാര്യ വരുന്നതിന് മുൻപ് അദ്ദേഹം ഉറങ്ങിപ്പോയി. فجاءته امرأته فلما رأته قالت خيبة لك. ഭാര്യ നോക്കിയപ്പോൾ അദ്ദേഹം ഉറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തെ കണ്ടപ്പോൾ ഭാര്യ പറഞ്ഞു, കാര്യം പ്രയാസം തന്നെ, ഇനി നോമ്പ് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. അദ്ദേഹം ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോയി. فلما انتصف النهار غشي عليه. പകലായപ്പോൾ അദ്ദേഹം ബോധരഹിതനായി വീണു. ഭക്ഷണം കഴിക്കാൻ ഇത്രയും നേരം പണിയെടുത്തിട്ട്. فذكر ذلك للنبي صلى الله عليه وسلم. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇക്കാര്യം പറയപ്പെട്ടു. فنزلت هذه الآية. അപ്പോഴാണ് അടുത്ത ആയത്ത് അവതരിച്ചത്. ദുആൻ്റെ ആയത്ത് കഴിഞ്ഞിട്ട് പിന്നെ തൊട്ടടുത്ത ആയത്ത്, ബഖറയിലെ നോമ്പിൻ്റെ ആയത്തുകളല്ലോ, കുത്തിബാക്കും സിയാം അയ്യാം മഅദൂദാത്ത് ഷഹ്റു റമദാൻ വഇദാ സഅലക ഇബാദി. പിന്നെ അടുത്ത ആയത്ത് ഏതാ? ഉഹില്ല ലക്കും ലൈലത സിയാം റഫതു ഇലാ നിസായിക്കും ഹുന്ന ലിബാസുൽ ലക്കും വഅൻതും ലിബാസുൽ ലഹുൻ علم الله أنكم كنتم تختانون أنفسكم فتاب عليكم وعفى عنكم فالآن باشرون. ആയത്ത് അവതരിച്ച ഇതിന് ഇളവായിക്കൊണ്ടാണ്. സബബുൻ നുസൂൽ മനസ്സിലായാൽ ആയത്തിൻ്റെ ഘടന ശരിക്കും മനസ്സിലാവാം. അള്ളാഹു പറയണം ഉഹില്ല ലക്കും, നിങ്ങൾക്കിത് അനുവദിക്കപ്പെട്ടിരിക്കുന്നു, ലൈലത്ത സിയാം, നോമ്പിൻ്റെ രാത്രിയിൽ, അർറഫതു ഇലാ നിസായിക്കും, ഭക്ഷണത്തിൻ്റെ കാര്യമല്ല പറഞ്ഞത്, മറിച്ച് നിങ്ങൾക്ക് ഭാര്യമാരുടെ അടുത്ത് സമീപിക്കുന്നത് അനുവദിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ പിന്നെ ഭക്ഷണവും വെള്ളവും എന്തായാലും അനുവദിക്കപ്പെട്ടിട്ടുണ്ട്. വകുലു വശറബു ഹത്താ യതബയ്യന ലക്കുമുൽ ഖൈത്തുൽ അബ്യദ് മിനൽ ഖൈത്തിൽ അസ്വദി മിനൽ ഫജ്ർ. അതുകൊണ്ട് ഇനി പുലരിയുടെ വെളുത്ത നൂൽ കറുത്ത നൂലിൽ നിന്ന് വേറിട്ട് കാണുന്നത് വരെ നിങ്ങൾ ഭക്ഷണം കഴിക്കുകയും വെള്ളം കുടിക്കുകയും ഒക്കെ ചെയ്തോളും. അതോടുകൂടി രാത്രിയിൽ മുഴുവനായി ഭക്ഷണം കഴിക്കാനും വെള്ളം കുടിക്കാനും ഭാര്യയെ സമീപിക്കാനും ഒക്കെ അനുവാദം നൽകപ്പെടണം. ഇത് ഈ ഉമ്മത്തിന് നൽകപ്പെട്ട തഖ്ഫീഫാണ്, ഇളവാണ്. അള്ളാഹു നൽകിയ നോമ്പിൽ നൽകിയ ഇളവിൽപ്പെട്ടതാണ്. അല്ല, നോമ്പ് തുറക്കാനുള്ള സമയമായി, എന്നിട്ട് ഭക്ഷണം കഴിച്ചില്ല, ഭക്ഷണം കഴിക്കാതെ ഉറങ്ങി, അതെപ്പോഴാണെങ്കിലും ആ സമയത്ത് ഉറങ്ങിയെന്നല്ല, അവർക്ക് ഭക്ഷണം കിട്ടിയില്ല. അള്ളാഹു ആലം, അവർ പിന്നെ മുൻപ് ഉറങ്ങിയിട്ട് ഇഫ്താറിൻ്റെ സമയം മുഴുവൻ ഉറങ്ങിപ്പോയാൽ എന്താ, അള്ളാഹു ആലം എനിക്കറിയില്ല. പക്ഷെ ഇഫ്താറിൻ്റെ സമയത്ത് ഒരാളെത്തി, ഭക്ഷണം കഴിച്ചില്ല, കഴിക്കുന്നതിന് മുന്നേ ഉറങ്ങിയാൽ ഇനിയിപ്പോൾ ഭക്ഷണം കഴിച്ചിട്ട് ഉറങ്ങിയാൽ പിന്നെ എന്ത് ചെയ്യരുത്, അടുത്ത ദിവസം വരെ നോമ്പിലായിരിക്കണം. ഈ 3 ഘട്ടങ്ങളാണ് നോമ്പിൻ്റെ ഘട്ടങ്ങളായി നിശ്ചയിക്കപ്പെട്ടത്. നോമ്പ് നിർബന്ധമാണ് എന്നൊരു ഖുർആനിലെ ആയത്ത് നമ്മൾ പറഞ്ഞു, ഹദീസ് നമ്മൾ പറഞ്ഞില്ല. ഏതാ ഹദീസ്? ഇതല്ലാതെ അതേ പ്രസിദ്ധമായ ഹദീസ്, ബുനിയൽ ഇസ്ലാം അലാ ഖംസിൻ ഷഹാദത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് ഇഖാമിസ് സ്വലാത്ത് ഇതാഇസ് സക്കാത്ത് സൗമി റമദാൻ ഹജ്ജുൽ ബൈത്തി ഇൻ ഇസ്തതഅത ഇലൈഹി സബീല. അത് റമദാൻ മാസത്തിലെ നോമ്പ് ഇസ്ലാമിൻ്റെ സ്തംഭങ്ങളിൽ എന്നീ കാര്യമാണ്. നോമ്പ് നിർബന്ധമാണെന്ന് വ്യക്തമായ ഹദീസാണ്. നോമ്പ് നിർബന്ധമാക്കപ്പെട്ടത് ഖുർആനിൽ വന്നിട്ടുണ്ട്, ഹദീസിലുണ്ട്. മാത്രമല്ല മുസ്ലിം ഉമ്മത്തിനുള്ള ഇജ്മാ ഉണ്ട്, നോമ്പ് റമദാൻ മാസത്തിൽ നോമ്പ് നിർബന്ധമാണെന്ന് ഇജ്മാ ഉള്ള, പണ്ട് അഭിപ്രായ വ്യത്യാസമേ ഇല്ലാത്ത
വിഷയങ്ങളിൽപ്പെട്ടതാണ്. ഒരാൾ റമദാൻ മാസത്തിലെ നോമ്പ് നിർബന്ധമാണ് എന്നതിന് നിഷേധിച്ചാൽ അവൻ കാഫറാണ്, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. കാരണം ദീനിൽ നിന്ന് വ്യക്തമായി അറിയപ്പെട്ട ഒരു കാര്യത്തെ ഒരാൾ നിഷേധിച്ചാൽ അവൻ കാഫറാകും. ആരാണെങ്കിലും ഒഴികെ. ഒരാൾ അടുത്തിടെ മാത്രം ഇസ്ലാം സ്വീകരിച്ചതാണ്, അപ്പോൾ അവന് ദീനിലെ വിദ്യാലക്കുകൾ അറിയാൻ സാധ്യതയില്ല. അതല്ലെങ്കിൽ ദീനിനെക്കുറിച്ചുള്ള വിദ്യാലക്കൽ തീരെ അറിയാത്ത നാട്ടിലെവിടെയെങ്കിലുമാണ്. അങ്ങനെ ഉണ്ട്, സംഭവിക്കുന്ന സ്ഥലങ്ങളുണ്ട്. ഈ ഇംഗ്ലീഷുകാർക്കിടയിലൊക്കെ ചിലപ്പോൾ ചില ആളുകൾ ഇസ്ലാം സ്വീകരിക്കും, വഴിയിലൊക്കെ വെച്ചിട്ടായിരിക്കും ഇസ്ലാം സ്വീകരിക്കുന്നത്. എന്നിട്ട് പിന്നീട് ചിലപ്പോൾ വർഷങ്ങളോളം മുസ്ലിമായി ജീവിക്കുന്നുണ്ടാവും, പക്ഷേ അവൻ നിസ്കരിക്കുന്ന പോലും ഉണ്ടാവില്ല. കാരണം നിസ്കാരം ഉണ്ടെന്ന് അറിയില്ല, ആരായിട്ട് ബന്ധപ്പെട്ടുണ്ടാവില്ല, അങ്ങനെ ജീവിക്കുന്നുണ്ടാവും. കാലങ്ങൾ കഴിഞ്ഞ് പിന്നെ വേറെ ആളെ കാണുമ്പോഴായിരിക്കും നിസ്കാരത്തിനെ കുറിച്ച് അറിയാൻ. അപ്പം അങ്ങനെയുള്ള ആളുകളുണ്ട്. അപ്പോൾ അവർ കാഫറാകുമോ? ഇല്ല, അവർ അറിവില്ലാതെ സംഭവിച്ചു കഴിഞ്ഞാൽ അവർ കാഫറാവുകയില്ല. അപ്പോൾ ഒരാൾ നോമ്പ് നിഷേധിച്ചു കഴിഞ്ഞാൽ അവൻ കാഫറാകുന്ന, അറിഞ്ഞിട്ട് നിഷേധിച്ചു കഴിഞ്ഞാൽ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നതാണ്. എന്നാൽ ഒരാൾ മടി കാരണത്താൽ നോമ്പ് ഉപേക്ഷിച്ചാലോ, അവൻ കാഫറാവുകയില്ല. അമലുകളിൽ ഉപേക്ഷിച്ചാൽ കാഫറാകുമെന്ന് അഭിപ്രായം വന്നത് ഏത് കാര്യത്തിൽ മാത്രമെന്നല്ല, നിസ്കാരത്തിൻ്റെ കാര്യത്തിലാണ്. മറ്റുള്ളതിന് അഭിപ്രായം വന്നിട്ടുണ്ട്, പക്ഷേ പ്രബലമായ അഭിപ്രായം നിസ്കാരത്തിൻ്റെ കാര്യത്തിലാണ്. നിസ്കാരമാണ് ധാരാളം പേർ ഉപേക്ഷിച്ചാൽ കാഫറാകും എന്ന് പറഞ്ഞത്. എന്നാൽ നോമ്പിൻ്റെ കാര്യത്തിൽ അങ്ങനെ വ്യക്തമായി ഒരു പ്രബലമായ ചർച്ചയില്ല. ഒരാൾ റമദാൻ മാസത്തിലെ ഒരു നോമ്പ് ഉപേക്ഷിച്ചാൽ തന്നെ അവൻ വലിയ വൻപാപമാണ് പ്രവർത്തിച്ചിരിക്കുന്നത്. ഈ കാര്യത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അപ്രത്യാശമില്ല. ഒരാൾ ബോധപൂർവ്വം നോമ്പ് ഉപേക്ഷിച്ചാലോ അവൻ തീർച്ചയായും ആ നോമ്പ് ഖദാ വീട്ടണം, മടക്കി നിർവഹിക്കണം നിർബന്ധമായും. ഒരാൾ മടി കാരണത്താൽ നോമ്പ് ഉപേക്ഷിച്ചാൽ നിർബന്ധമായി അവൻ നോമ്പ് മടക്കണം. ഇതാണ് റമദാനിൽ ഒരാൾ നോമ്പ് ഉപേക്ഷിച്ചാലുള്ള ഗൗരവം. അബൂ ഉമാമ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, ബൈന അന നായിമുൻ അതാനി റജുലാനി ഫഅഖദ ബിദബഇയ ഫഅതയ ബി ജബലൻ വഅറൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, ഞാൻ ഉറങ്ങുന്ന സമയത്ത് രണ്ടാളുകൾ എൻ്റെ അടുത്ത് വന്നു. അങ്ങനെ പറഞ്ഞാൽ അത് അവിടുന്ന് സ്വപ്നത്തിൽ കണ്ടതാണ്, അത് അവിടുത്തെ വഹിയാണ്. എൻ്റെ അടുത്ത് രണ്ടാളുകൾ വന്നു. അവർ എൻ്റെ ഈ ഭാഗത്ത് എന്താ പറയുക, കൈത്തടന്ന വരെ കൈമുട്ടിൻ്റെ മേൽഭാഗം ഇവിടെ ബൈസെപ്സ് അത് പിടിച്ചുകൊണ്ട് അവിടെ രണ്ടുപേരെ എന്നെ അവിടെ പിടിച്ചുകൊണ്ട് എന്നെ അവർ കൊണ്ടുപോയി. ഫഅതയ ബി ജബലൻ വഅറൻ, അങ്ങനെ വഴുവഴുപ്പുള്ള ഒരു മലയുടെ അടുത്ത് അവർ ചെന്നു. എന്നിട്ട് അവർ എന്നോട് പറഞ്ഞു, ഇസ്അദ്, കയറാൻ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ പറഞ്ഞു, ഇന്നി ലാ ഉതീഖു, എനിക്കിത് കയറാൻ സാധിക്കുകയില്ല. ഫഖാല, അവർ പറഞ്ഞു, ഇന്നാ സനുസഹിലു ലക, ഞങ്ങളിത് എളുപ്പമാക്കി തരാം, സഹായിക്കാം. ഫസഅദ്തു ഹത്താ ഇദാ കുൻതു ഫീ സവാഇൽ ജബൽ ഇദാ ബി അസ്വാതി ഷദീദ, ഞാനങ്ങനെ ഏറ്റവും മുകളിലെത്തിയപ്പോഴുണ്ട് കടുത്ത ചില അട്ടഹാസങ്ങളുടെ ശബ്ദം കേൾക്കുന്നു. ഫഖുൽതു മാ ഹാദിഹിൽ അസ്വാത്ത്, ഞാൻ ചോദിച്ചു ഇതെന്താണ് ഈ ശബ്ദങ്ങൾ? ഖാലു ഹാദാ ഉവാഉ അഹ്ലിന്നാർ, ഇത് നരകക്കാരുടെ ആർത്തട്ടഹാസമാണ്. സുമ്മൻ തലഖാ ബി, അങ്ങനെ അവർ എന്നെയും കൊണ്ടുപോയി. ഫഇദാ അന ബിഖൗമിൻ മുഅല്ലഖീന ബിഅറാഖീബിഹിം, അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഒരു ജനതയെ, ഒരു കൂട്ടം ആളുകളെ കണ്ടു. അവരുടെ കാലിൻ്റെ അടിയിൽ നമ്മളെ മടമ്പിന് മുകളിലുള്ള വലിയ നരമ്പില്ലേ, ആ നരമ്പ് കൊണ്ട് അവരെ തല കീഴായി കെട്ടിത്തൂക്കിയിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്. മുശഖഖത്തുൻ അഷ്ദാഖുഹും, അവരുടെ വായയുടെ രണ്ട് വശങ്ങളും കീറിയിരിക്കുന്നു. തസീലു അഷ്ദാഖുഹും ദമൻ, അതിൽ നിന്ന് രക്തം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഖുൽതു മൻ ഹൗല, ഞാൻ ചോദിച്ചു ഇവരാരാണ്? അവർ പറഞ്ഞു, ഹൗലാഇ അല്ലദീന യുഫ്തിറൂന ഖബ്ല തഹില്ലത്തി സൗമിഹിം, നോമ്പ് തുറക്കാനുള്ള സമയമാകുന്നതിന് മുൻപ് നോമ്പ് തുറക്കുന്ന ആൾക്കാരാണ് ഇവർ. ഇവർ നോമ്പ് തൊട്ടിട്ടുണ്ട്, നോമ്പ് തുറക്കാനുള്ള സമയമാകുന്നതിന് മുൻപ്, സൂര്യ അസ്തമിക്കുന്നതിന് മുൻപ് നോമ്പ് തുറന്ന ആൾക്കാരാണ്. അപ്പോൾ ഇത് അവർക്കുള്ള ശിക്ഷയാണെങ്കിൽ നോമ്പ് ബോധപൂർവ്വം ഉപേക്ഷിക്കുന്ന ഒരുത്തൻ്റെ കാര്യം എന്തായിരിക്കും? വളരെ കൂടുതൽ ഗൗരവമുള്ളത്. നോമ്പ് ഒഴിവാക്കുക എന്നത് വളരെ ഗൗരവമുള്ള തിന്മയാണ്, വളരെ ഗൗരവമുള്ള അപകടകരമായ തിന്മയിൽപ്പെട്ടതാണ്.
ഇതാണ് ആ പറഞ്ഞതിൽ വിവരിക്കാനുള്ളത്. ഇനിയുള്ളത് നോക്കൂ, നോമ്പിൻ്റെ ഫദായിലുകൾ വിവരിക്കുന്ന ചില വാക്കുകൾ. അത് നമുക്ക് വായിച്ച് മാത്രം അങ്ങനെ പോവാം. വസ്സൗമു, നോമ്പ്, വസീലത്തുൻ ഇല തഖ്വ, തഖ്വക്കുള്ള വസീലയാണ്. ഏതാ തെളിവ്? ലഅല്ലക്കും തത്തഖൂൻ യാ അല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാം കമാ കുതിബ അലൽ ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. അപ്പോൾ നോമ്പ് തഖ്വക്കുള്ള വസീലയാണ്, അതിലേക്കുള്ള വഴിയാണ്, മാർഗമാണ്. നോമ്പ് ഒരാളെ തഖ്വയിലേക്ക് നയിക്കുന്നതാണ്. വസബബുൻ ലിൽ മഗ്ഫിറ വൽ അജ്റിൽ അദീം, അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പക്കൽ നിന്ന് മഗ്ഫിറത്ത് നൽകാനുള്ള കാരണമാണ്, പാപമോചനത്തിനുള്ള കാരണം, തിന്മകൾ പുറത്തു നിട്ടാനുള്ള കാരണങ്ങളിൽപ്പെട്ടതാണ്. അതുപോലെ തന്നെ വൽ അജ്റിൽ അദീം, മഹത്തരമായ പ്രതിഫലം നൽകപ്പെടാനുള്ള കാരണവുമാണ് നോമ്പ് എന്നത്. എങ്ങനെ നോമ്പ് മഗ്ഫിറത്തിനുള്ള തെളിവാന്നുള്ളതിന് ഖുർആനിലെ ആയത്ത് തെളിവാണ്. അല്ലാഹു പറഞ്ഞു, ഇന്നൽ മുസ്ലിമീന വൽ മുസ്ലിമാത്തി വൽ മുഅ്മിനീന വൽ മുഅ്മിനാത്തി വൽ ഖാനിതീന വൽ ഖാനിതാത്തി വസ്സാദിഖീന വസ്സാദിഖാത്തി വസ്സാബിരീന വസ്സാബിറാത്തി വൽ ഖാശിഈന വൽ ഖാശിആത്തി വൽ മുതസദ്ദിഖീന വൽ മുതസദ്ദിഖാത്തി വസ്സായിമീന വസ്സായിമാത്തി വൽ ഹാഫിളീന ഫുറൂജഹും വൽ ഹാഫിളാത്തി വദ്ദാകിരീന അല്ലാഹ കസീറൻ വദ്ദാകിറാത്ത് അഅദ്ദ അല്ലാഹു ലഹും മഗ്ഫിറതൻ വഅജ്റൻ അദീമ. അപ്പോൾ അതിൽ ആരെ പറഞ്ഞിട്ടുണ്ട്? സായിമീൻ, സായിമാത്ത്. അപ്പോൾ അവർക്ക് അഅദ്ദ അല്ലാഹു ലഹും മഗ്ഫിറ, അല്ലാഹു അവർക്ക് പാപമോചനം ഒരുക്കി വച്ചിരിക്കുന്നു. വഅജ്റൻ അദീമ, മഹത്തരമായ പ്രതിഫലവും. നോമ്പിൻ്റെ പ്രതിഫലത്തെക്കുറിച്ചാണ് ഹിസാബ്, വിചാരണ ഇല്ലാതെ പ്രതിഫലം നൽകപ്പെടുന്ന 3 കാര്യമാണുള്ളത്. 3 കാര്യം. ഒന്ന് സബ്റാൻ, വയുവഫ സാബിറൂന അജ്റഹും ബിഗൈരി ഹിസാബ്, വിചാരണയില്ലാതെ പ്രതിഫലം നൽകപ്പെടുന്ന ഒരു കാര്യം ക്ഷമയാണ്. മറ്റൊന്ന് നോമ്പാണ്. അമലുകളുടെ കൂട്ടത്തിൽ വിചാരണയില്ലാതെ കണക്കില്ലാതെ പ്രതിഫലം നൽകപ്പെടുന്ന അമൽ നോമ്പാണ്. ഹദീസിൽ വന്നിട്ടുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എല്ലാ അമലുക കുല്ലു അമൽ ഇബ്നി ആദമ ലഹു ഇല്ല സൗം ഫഇന്നഹു ലീ വഅന അജ്സി ബിഹി, എല്ലാ ആദമിൻ്റെ അമലുകളും അവനുള്ളതാണ്, എന്നാൽ അതിനൊക്കെ കൃത്യമായ പ്രതിഫലമുണ്ട്. ഇല്ല സൗം, നോമ്പിൻ്റെ കാര്യം ഒഴികെ. ഫഇന്നഹു ലീ, അത് എനിക്കുള്ളതാണ്, വഅന അജ്സി ബിഹി, അതിനുള്ള പ്രതിഫലം ഞാനാണ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് കണക്കുണ്ടാവുകയില്ല. മറ്റു ഹദീസിൽ വന്നതുപോലെ ഒരു അമൽ, ഒരു ഹസനത്ത് ബിഅശ്രി അംസാലിഹ ഇലാ 700 ളഅഫ്, 10 മുതൽ 700 ഇരട്ടി വരെയാണ്. ആ ഹദീസിൽ നോമ്പിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നോമ്പിന് കണക്കില്ലാതെ പ്രതിഫലം നൽകപ്പെടുന്നതാണ്. അപ്പോൾ നോമ്പ്, സബ്ർ, അതുപോലെ ദിക്റുകളിൽ, ദിക്ർ എനിക്ക് ഓർമ്മയിട്ടില്ല, ശരിക്കും എനിക്കിപ്പോൾ ഓർമ്മയിട്ടില്ല. ദിക്റുകളിൽ ദിക്ർ, അതുപോലെ സ്വഭാവങ്ങളിൽ സബ്ർ, അമലുകളിൽ സൗമ്, ഇത് 3 കണക്കില്ലാതെ പ്രതിഫലം നൽകപ്പെടുന്ന സൽക്കർമ്മങ്ങളാണ്. 3 തമ്മിലൊരു ബന്ധമുണ്ട്, ഇപ്പോൾ ഓർമ്മയിട്ടില്ല, അല്ലാഹു ചില കാര്യങ്ങൾ മറന്നു പോകുന്നു. വമുദ്ഹിബുൽ വഹരി സദർ, ഹൃദയത്തിലെ വഹർ, വഹർ എന്ന് പറഞ്ഞാൽ ഹൃദയത്തിലെ വഞ്ചനയും വിദ്വേഷവും വസ്വാസുകളും വൃത്തികേടുകളുമൊക്കെ നീക്കം ചെയ്യുന്ന മുദ്ഹിബ്. ഏതായിരിക്കും എൻ്റെ പേര്? അല്ല, അദ്ഹബ, അദ്ഹബ മുദ്ഹിബ്. മുദ്ഹിബ് എന്ന് പറഞ്ഞാൽ ഇല്ലാതെയാക്കി കളയുന്നതാണ്. ചില നാട്ടിൽ പോക്കി കളയുന്നതെന്നറിയും. ചെടുത്ത് പറയില്ല അങ്ങനെ? നിങ്ങളുടെ നാട്ടിലെ പറയില്ലേ? പറയില്ലേ? പോക്കി കളയാം, അതായത് ഇല്ലാതെയാക്കി കളയാം. മുദ്ഹിബുൻ, ഇല്ലാതെയാക്കുന്നതാണ് ഈ വഹർ സദർ, സദറിൻ്റെ വഹർ. വഹർ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ മനുഷ്യൻ്റെ ഉദ്ദേശം, കാര്യങ്ങളൊക്കെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസാണ് അതിന് തെളിവ്. അവിടുന്ന് പറഞ്ഞു, സലാസത്തു അയ്യാമിൻ മിൻ കുല്ലി ഷഹർ യുദ്ഹിബ്ന വഹർ സദർ. കാണാൻ പഠിക്കാൻ എളുപ്പമുള്ള ഹദീസാണ്. സലാസത്തു അയ്യാമിൻ മിൻ കുല്ലി ഷഹർ യുദ്ഹിബ്ന വഹർ സദർ. ഇതാണ് ഹദീസ്. അല്ലല്ല, ഹൃദയത്തിലെ വൃത്തികേടുകൾ, മാലിന്യങ്ങൾ, വെറുപ്പ്, വിദ്വേഷം, ആളുകളോടുള്ള പ്രയാസം, ഇങ്ങനത്തെ കാര്യങ്ങൾ. മാസത്തിൽ 3 ദിവസം നോമ്പെടുക്കുന്നത് ഹൃദയത്തിലെ വൃത്തികേട് ഇല്ലാതെയാക്കി കളയും. സലാസത്തു അയ്യാമിൻ കുല്ലി ഷഹർ യുദ്ഹിബ്ന വഹറ അസ്സബർ, വഹറ സദർ. സൗമു ഷഹരി സബർ വസലാസത്തു അയ്യാമിൻ കുല്ലി ഷഹർ യുദ്ഹിബ്ന വഹറ സദർ. ക്ഷമയുടെ മാസത്തിലെ നോമ്പും അതുപോലെ തന്നെ
മാസത്തിൽ 3 ദിവസം നോമ്പെടുക്കുന്നതും യുദ്ഹിബുന വഹറസ്വദർ. ഒരാൾ റമദാൻ മാസം നോമ്പെടുത്തിട്ട് പിന്നെ ബാക്കി എല്ലാ മാസവും 3 ദിവസം നോമ്പെടുത്താൽ പണ്ഡിതന്മാർ പലരും പറഞ്ഞേക്കണം സായിമീൻ ഒ സായിമാത്ത് എന്നതിൽ ഉൾപ്പെടുന്നതാണ്. റമദാൻ മാസത്തിലെ നോമ്പും മാസത്തിൽ ഏതെങ്കിലും 3 ദിവസത്തെ നോമ്പ്. യാമുൽബിളാണെങ്കിൽ അഫ്ദൽ, പക്ഷേ ഏതെങ്കിലും 3, ഇപ്പോൾ ഒരാൾ തിങ്കൾ വ്യാഴം എടുത്തെന്ന് വെച്ചാൽ മതി. റമദാനിലെ നോമ്പും പിന്നെ എല്ലാ മാസവും 3 ദിവസം നോമ്പെടുത്താൽ അവൻ അസ്സായിമീൻ അസ്സായിമാത്ത് എന്നതിൽ ഉൾപ്പെടുന്നതാണ്. വമുദ്ഹിബുൻ ലിവഹരി സദർ വജുന്നത്തും മിനന്നാരി വശഹവാത്ത്. ജുന്നത്ത് പരിജ, മിനന്നാരി വശഹവാത്ത്. മുന്നേ പറഞ്ഞില്ലേ, ജീമും നൂനും വന്നാൽ അതിൽ മറയുണ്ടായിരിക്കും. പരിചയ എന്താ? മറച്ചു പിടിക്കാനുള്ളതല്ലേ, അവൻ്റെ ശരീരം മറച്ചു പിടിക്കുന്നില്ല പരിചയ. വജുന്നത്തും മിനന്നാർ, നരകത്തിൽ നിന്നും വശഹവാത്ത്, അതുപോലെ ദേഹേച്ഛകളിൽ നിന്നുമുള്ള പരിചയമാണ് നോമ്പ് എന്നത്. ഇത് തെളിവ് നബി സല്ലല്ലാഹു അലൈഹി ഹദീസുണ്ട്. പലരും കേട്ടു അസ്സൗമു ജുന്ന വഹിസ്നുൻ ഹസീനും മിനന്നാർ. നോമ്പ് പരിചയമാണ്, നരകത്തിൽ നിന്നുള്ള കോട്ടയാണ്. അതുപോലെ തന്നെ ഷഹ്വാത്തുകളുടെ കാര്യത്തിൽ, ദേഹേച്ഛകളുടെ കാര്യത്തിൽ ഹദീസുകൾ പ്രസിദ്ധമായ ഹദീസാണ്. യാ മഅ്ശറ ശബാൻ ഇസ്തതാഅ മിൻകുമുൽ ബാഅത ഫലിതസവ്വജ് ഫഇന്നഹു അഗദ്ദു ലിൽ ബസർ വഅഹ്സനു ലിൽ ഫർജ് എന്ന ഹദീസ്. യുവാക്കളെ, നിങ്ങൾ നോമ്പെടുക്കുക, അത് നിങ്ങളുടെ കണ്ണുകൾ താഴ്ത്താനും ഗുഹ്യാവയം സംരക്ഷിക്കാനും നിങ്ങളെ സഹായിക്കുന്നതാണ്. ഈ സാമ്പത്തികമായിട്ട് തടസ്സമുള്ള ആൾക്കാർ, വിവാഹം കഴിക്കാനും തടസ്സമുള്ള കുട്ടികൾ പലപ്പോഴും പരാതി പറയാറുണ്ട്. ഷെഹൽബാൻ പറഞ്ഞേക്കാണ്, ആളുകൾ മറന്നുപോയിട്ടുള്ള സുന്നത്തിൽപ്പെട്ടതാണിത്. കല്യാണം എളുപ്പമാക്കാൻ വേണ്ടി ദുആ ചെയ്യുക, പക്ഷെ അതോടൊപ്പം നിനക്കിത് വലിയ കടുത്ത പ്രയാസം സൃഷ്ടിക്കുന്നുണ്ടെങ്കിൽ നോമ്പ് അധികരിപ്പിക്കുക. നോമ്പ് ഷഹ്വത്തുകളിൽ നിന്ന് പിടിച്ചു നിർത്താൻ സഹായിക്കുന്നതാണ്. നോമ്പ് എടുത്തു തുടങ്ങിയാൽ, ചിലർ പറഞ്ഞേക്കണം, പിന്നെ ഹജറൊക്കെ പറഞ്ഞിട്ടുണ്ട്, നോമ്പ് എടുത്തു തുടങ്ങിയാൽ തുടക്കത്തിൽ ഷഹ്വത്ത് കടുക്കും, ശക്താവും. ശരീരം വൃത്തിയാവുമ്പോൾ നോമ്പ് കടുക്കും, ഷഹ്വത്തിനോടുള്ള താല്പര്യം കുറച്ച് കടുക്കും, കുറച്ച് സമയം, പിന്നെ അത് ദുർബലമായി തുടങ്ങും. അതിൻ്റെ തുടക്കത്തിൽ ഷഹ്വത്ത് ഒരു തിരി ശക്തമാകും, പിന്നെ അത് നിയന്ത്രിക്കാനുള്ള കഴിവ് ഷഹ്വത്ത് ദുർബലമായിക്കൊണ്ടിരിക്കും. വമുദ്ഹിബുൻ ലിവഹരി സദർ വജുന്നത്തും മിനന്നാരി വശഹവാത്ത് വകഫാറത്തുൻ ലിദുനൂബ്. അതുപോലെ തന്നെ തിന്മകൾക്കുള്ള കഫാറത്താണ്. ഇമാം ബുഖാരി മുസ്ലിം ഒക്കെ ഉദ്ധരിച്ച ഹദീസാണ് അതിന് തെളിവ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫിത്നത്തുർ റജുൽ ഫീ മാലിഹി വ അഹ്ലിഹി, ഫിത്നത്തുർ റജുൽ ഫീ മാലിഹി വ അഹ്ലിഹി വവലദിഹി വജാരിഹി. ഒരു മനുഷ്യന് അവൻ്റെ ഫിത്നത്തുർ റജുൽ, ഒരു മനുഷ്യന് പരീക്ഷണം ഉണ്ടായിരിക്കും, ഫീ മാലിഹി അവൻ്റെ സമ്പത്തിൽ, വ അഹ്ലിഹി അവൻ്റെ കുടുംബത്തിൽ, വമാലിഹി അവൻ്റെ ഫീ അഹ്ലിഹി വമാലിഹി അവൻ്റെ കുടുംബത്തിൽ അവൻ്റെ സമ്പത്തിൽ, വജാരിഹി അതുപോലെ തന്നെ അവൻ്റെ അയൽവാസികളിൽ. 3 ഫിത്നയും പറഞ്ഞത് ഏതൊക്കെയാണ്? കുടുംബം, സമ്പത്ത്, അയൽവാസി. തുകഫിറുഹ അസ്സലാ വസ്സൗമു വസ്സദഖത്തു വൽഅംറു വന്നഹി. ഈ പറഞ്ഞ പാപങ്ങൾ അതിന് പ്രായശ്ചിത്തമായി എന്തൊക്കെ നിലകൊള്ളും? അസ്സലാത്തു വസ്സൗമു വസ്സദഖത്തു വൽഅംറു വന്നഹി, അൽഅംറു ബിൽ മഅറൂഫ് വന്നഹി അനിൽ മുൻകർ. ഇതിന് പരിഹാരമാണ് ഏത്? നിസ്കാരം, അതുപോലെ നോമ്പ്, സദഖ, നന്മ കൽപ്പിക്കൽ, തിന്മ വിരോധിക്കൽ. ചില പണ്ഡിതന്മാർ പറഞ്ഞു, മൊത്തത്തിൽ ഈ പറഞ്ഞതിലൊക്കെ ഫിത്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇതിലൊക്കെ തിന്മകൾ അധികരിക്കാൻ നല്ല സാധ്യതയുള്ള മേഖലയാണ് ഇതൊക്കെ. ഇത് നമ്മളായിട്ട് വളരെ ചേർന്ന് നിൽക്കുന്ന കാര്യങ്ങളാണ്. കുടുംബം, ഇവരൊക്കെ എന്തായാലും നമ്മളത് പരിപൂർണമായ ബാധ്യതകൾ നിറവേറ്റിയും എല്ലാ ഹക്കും നിറവേറ്റി മനുഷ്യൻ ജീവിക്കൽ പ്രയാസമാണ്. എന്തായാലും നമ്മളടുത്ത് കുറവുകൾ സംഭവിക്കും. ചിലപ്പോൾ അന്യായമായി ചിലത് പറഞ്ഞു പോകുന്നാവുന്നു, ചിലപ്പോൾ അവരോടുള്ള ചില ബാധ്യതകൾ നിറവേറ്റി കുറവ് വന്നിട്ടുണ്ടാകും. 2 സമ്പത്താണ്, ഇതിലും ഇതേപോലെ തന്നെയാണ്, അബദ്ധം സംഭവിക്കാൻ നല്ല സാധ്യത ഉണ്ട്. 3 അയൽവാസിയാണ്, കാരണം തൊട്ടടുത്ത് തന്നെയുള്ള ആളായതുകൊണ്ട് അവൻ്റെ ബാധ്യതകൾ നിറവേറ്റുന്നതിൽ പലപ്പോഴും പ്രശ്നം വരും. ചില പണ്ഡിതന്മാർ പറഞ്ഞു, ഈ 3 തിന്മകളും ഇവക്കൊക്കെ കഫാറത്താണ് ഈ പറഞ്ഞ നന്മകളൊക്കെ. ഏതൊക്കെ? സ്വലാത്ത്, സൗമ്, സദഖ, നന്മ കൽപ്പിക്കൽ, തിന്മ വിരോധിക്കൽ. ചിലർ പറഞ്ഞു അല്ല, ഈ 3 തിന്മകളാണ്, 3 ഫിത്നകളാണ്, ഈ 3നും 3 പരിഹാരങ്ങളാണ്. കുടുംബത്തിലുള്ള പ്രശ്നത്തിലുള്ള പരിഹാരമാണ് സ്വലാത്തു വസ്സൗം, സമ്പത്തിലുള്ള പ്രശ്നത്തിലുള്ള പരിഹാരമാണ് സദഖ, അയൽവാസിയോടുള്ള പ്രശ്നത്തിൽ പരിഹാരമാണ് അൽഅംറു ബിൽ മഅറൂഫ് വന്നഹ്യു അനിൽ മുൻകർ. ചില അങ്ങനെ തഫ്സീർ ചെയ്തിട്ടുണ്ട് ഹദീസ്. അപ്പോൾ 3 പ്രശ്നങ്ങൾ, 3 പരിഹാരങ്ങൾ.
കുടുംബത്തിലെ പ്രശ്നം, അതിനുള്ള ആ ഫിത്ന പരിഹരിക്കാനുള്ള വഴികളിൽപ്പെട്ടതാണ് നോമ്പും അതുപോലെ തന്നെ നിസ്കാരവും. നോമ്പ് നോക്കും നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, വീട്ടുകാരോട് ദേഷ്യം പിടിക്കുന്നതിൽ മറ്റൊക്കെ വലിയൊരു പരിധിവരെ നിയന്ത്രണം കൊണ്ടുവരാൻ നോമ്പ് സഹായിക്കുന്നതാണ്. ചില ആൾക്കാർക്ക് നോമ്പ് എടുത്താലേ നേരത്തെ തിരിച്ചാവുക, അങ്ങനെയുള്ള ആൾക്കാരുണ്ട്, കൂടുതൽ പ്രശ്നമായിരിക്കും. അങ്ങനെ അത് പിന്നെ നോമ്പിൻ്റെ അന്തസ്സത്തെ മനസ്സിലാക്കാത്തതിൻ്റെ പ്രശ്നമാണത്. നോമ്പ് അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് ഒരാൾ പിടിച്ചിട്ട് പിന്നെ അവന് നാവ് തുറന്നിട്ട് ചൂടാവാനും ദേഷ്യം പിടിക്കാനും നടക്കുകയാണെങ്കിൽ പിന്നെ അവന് നോമ്പിൻ്റെ അർത്ഥം മനസ്സിലാക്കില്ല. ഞാൻ അവരെ കുറിച്ചല്ല പറയുന്നത്. ശരി. വമുബാഇദുൻ ലിന്നാരി, അവിടെ ലിന്നാർ എന്നുള്ള തെറ്റി വെട്ടിക്കൊള്ളി. വമുബാഇദുൻ വജ്ഹ സാഹിബിഹി അനിന്നാർ, എത്ര മതി. വമുബാഇദുൻ അകറ്റുന്നതാണ്, വജ്ഹ സാഹിബിഹി വജ്ഹ സാഹിബി സൗം നോമ്പുകാരൻ്റെ മുഖത്തെ അകറ്റുന്നതാണ്, അനിന്നാർ എവിടെ നിന്ന്, നരകത്തിൽ നിന്ന്. അതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസാണ് അതിന് തെളിവ്. മൻ സാമ യൗമൻ ഫീ സബീലില്ലാഹ് ബഅദ അല്ലാഹു വജ്ഹഹു 70 ഖരീഫൻ അനിന്നാർ. ബഅദ അല്ലാഹു വജ്ഹഹു അനിന്നാർ 70 ഖരീഫ. ഒരാൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഒരു ദിവസം നോമ്പെടുത്താൽ അവൻ്റെ മുഖം അള്ളാഹു 70 വർഷം അകലേക്ക് നീക്കുന്നതാണ്, നരകത്തിൽ നിന്ന് അകറ്റുന്നതാണ്. ചിലർ പറഞ്ഞു ഫീ സബീലില്ല എന്നതുകൊണ്ട് ഉദ്ദേശം യുദ്ധമാണ്, യുദ്ധത്തിൻ്റെ നോമ്പെടുക്കുക എന്നുള്ളതാണ്. വേറെ ചിലർ പറഞ്ഞു അല്ല, ഇഖ്ലാസോടുകൂടി നോമ്പെടുക്കലാണ്. എൻ്റെ ഒരു സാധ്യതയുണ്ട്, അല്ലാഹു അഅലം. വശാഫിഉ ലഹു യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അവന് ഷാഫി ആയിരിക്കും, അവന് വേണ്ടി ശുപാർശ പറയുന്നതാണ്. 2 പേരാണ് ശുപാർശ വരാർക്ക്, ഒന്ന് ഖുർആനും 2 നോമ്പുമാണ്. അൽ ഖുർആനു വസ്സൗം, ഇവ രണ്ടും അവരുടെ സാഹിബുകൾക്ക്, അവരുടെ ആളുകൾക്ക് വേണ്ടി ശുപാർശ പറയും. നോമ്പ് പറയും അള്ളാഹു അവന് എനിക്ക് വേണ്ടിയാണ് ഭക്ഷണവും ഇതൊക്കെ പകലിൽ ഒഴിവാക്കിയത്. ഖുർആൻ പറയും അവന് എനിക്ക് വേണ്ടിയാണ് രാത്രി ഉറക്കം നഷ്ടപ്പെടുത്തിയത്. വമുദ്ഖിലുഹു മിൻ ബാബ് റയ്യാൻ, റയ്യാൻ എന്ന വാതിലിലൂടെ പ്രവേശിക്കാൻ അവനെ പ്രവേശിപ്പിക്കുന്നതാണ് നോമ്പ്. ഹദീസ് നിങ്ങൾ പലരും കേട്ട ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഇന്ന ഫിൽ ജന്നത്തി ബാബൻ യുഖാലു ലഹു റയ്യാൻ യദ്ഖുലു മിൻഹു സ്സായിമൂൻ, സ്വർഗത്തിലൊരു കവാടമുണ്ട്, റയ്യാൻ എന്നാണ് കവാടത്തിൻ്റെ പേര്. റയ്യാൻ എന്നുള്ള വാക്ക് തന്നെ നോമ്പിൻ്റെ വാക്കുമായിട്ട് ബന്ധപ്പെട്ടാണ്. എൻ്റെ റീ എന്നൊക്കെ പറഞ്ഞാൽ വെള്ളം കുടിച്ച് ദാഹം ശമിക്കുന്നതിനാണ് പറയുക. റയ്യാൻ എന്നാണ് അതിൻ്റെ കവാടത്തിൻ്റെ പേര്. നോമ്പുകാരൻ ദാഹം അനുഭവിച്ചവനാണ്, അപ്പോൾ അവൻ്റെ കവാടം റയ്യാൻ എന്ന കവാടമാണ്. അതിലൂടെ നോമ്പുകാർ മാത്രം വിളിക്കപ്പെടുന്നു. അതിലൂടെ വിളിക്കപ്പെടാൻ ഞാൻ നേരത്തെ പറഞ്ഞതാണ്, ചിലർ പറഞ്ഞത് റമദാൻ മാസത്തിലെ നോമ്പും മാസത്തിൽ 3 ദിവസത്തെ നോമ്പും. അത് ചെയ്താൽ ഒരാൾ സായിമീൻ ഓ സായിമാത്ത് എന്നതിൽ ഉൾപ്പെടുന്നതാണ്. ധാരാളം തഫ്സീറിലൊക്കെ പലരും ഇത് പറഞ്ഞിട്ടുണ്ട്. ഇത്ര ചെയ്താൽ മതി, എന്നാൽ കൂടുതൽ അധികരിപ്പിച്ചാൽ കൂടുതൽ ഖൈർ. ഇത്ര അയാൾ ചെയ്താൽ തന്നെ അയാൾക്ക് എന്ത് കിട്ടും? സായിമീൻ ഓ സായിമാത്ത് എന്നതിൽ ഉൾപ്പെടാൻ അള്ളാഹു തൗഫീഖ് നൽകുന്നതാണ്. വസബബുൽ ഫർഹത്തൈൻ, 2 സന്തോഷങ്ങൾക്ക് കാരണമാണ് നോമ്പ്. ഏതൊക്കെ 2 സന്തോഷം ഹദീസിൽ വന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വലിസ്സായിമി ഫർഹത്താൻ, നോമ്പുകാരന് 2 സന്തോഷങ്ങളുണ്ട്. ഫർഹത്തുൻ ഇൻദ ഫിത്രിഹ്, ഒന്ന് അവൻ നോമ്പ് തുറക്കുന്ന സമയത്തുള്ള സന്തോഷമാണ്. വഫർഹത്തുൻ ഇൻദ ലിഖാഇ റബ്ബിഹ്, അവൻ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന സന്ദർഭത്തിലുള്ള സന്തോഷമാണ്. അപ്പോൾ 2 സന്തോഷമുണ്ട്. നോമ്പ് തുറക്കുമ്പോഴുള്ള സന്തോഷം എന്താണ്? ഈ സന്തോഷം കൊണ്ട് ഉദ്ദേശം ഒന്ന്, നോമ്പ് തുറക്കുന്ന സമയത്തൊരു ഇബാദത്ത് പൂർത്തീകരിക്കാൻ സാധിച്ചു എന്ന സന്തോഷം ഉണ്ട്, അതൊരു സന്തോഷമാണ്. അതോടൊപ്പം തന്നെ മറ്റൊരു സന്തോഷമാണ് എൻ്റെ വിശപ്പ് മാറുന്നു എന്നുള്ളതാണ്. അതിന് തെറ്റായൊരു സന്തോഷമല്ല. അത് നല്ല വിശപ്പുള്ള ആളാണ്, ഭക്ഷണം കഴിച്ചാൽ അൽഹംദുലില്ലാ സന്തോഷം, അള്ളാഹു വന്നാണ് അള്ളാഹുവിൻ്റെ അനുവാദത്തോടു കൂടി ഒരു സുന്നത്തെ പുണ്യം നേടിക്കൊണ്ടാണ് ഇവൻ ഈ ഭക്ഷണം കഴിക്കുന്നത് പറയുമ്പോൾ അവൻ്റെ ശരീരത്തിന് സന്തോഷം ലഭിക്കുന്ന കാര്യമാണ് ഭക്ഷണം. അപ്പോൾ ആ സന്തോഷം തെറ്റല്ല. എന്നാൽ ഒരാൾ കഴിഞ്ഞു എന്ന രൂപത്തിലാണ് ജയിലിൽ നിന്ന് ഇറങ്ങിയതുപോലെയാണ് കാണുന്നതെങ്കിലോ അത് ശരിയല്ല. സന്തോഷം പല രൂപത്തിലാണ്. അതുകൊണ്ട് നോമ്പ് അവസാനിക്കുമ്പോൾ ഷെയ്ഖ് ഫൗസാൻ അടുത്ത് പറഞ്ഞത്, ഇപ്പോൾ ആൾക്കാർ പലതരത്തിൽ സന്തോഷിക്കുന്നവരാണ്. ചിലർ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയവനെ പോലെയാണ് സന്തോഷിക്കുക. ഇത്രയും കാലം കുടുങ്ങി കിടക്കരുത്, ഇനിയെല്ലാം ചെയ്യണം, അങ്ങനെയുണ്ട്. വേറെ ചില ആളുകൾ അൽഹംദുലില്ലാ റമദാൻ മാസം പൂർത്തീകരിക്കാൻ പറ്റിയുള്ള സന്തോഷത്തിലാണ്. വേറെ ചില ആളുകൾ ഈദ് എന്നതിൻ്റെ കാരണവുമായി ഭക്ഷണത്തിൻ്റെ കാര്യത്തിലൊക്കെ ഇനി ഒന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റുള്ളൂ എന്നുള്ള സന്തോഷത്തിലാണ്. അത് അനുവദനീയമാണ്, ഭക്ഷണം കഴിക്കാനൊക്കെ പറ്റുന്നുള്ള. ولا خلوف فمه أطيب عند الله
മിർ റീഹി അൽ മിസ്ക്, അവൻ്റെ വായയിലുള്ള വാസന അത് അള്ളാഹുവിൻ്റെ അടുക്കൽ കസ്തൂരിയുടെ സുഗന്ധത്തെക്കാൾ സുഗന്ധമുള്ളതായിരിക്കും, അതിനേക്കാൾ നല്ല സുഗന്ധമായിരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസാണ് അതിന് തെളിവ്. അവിടുന്ന് പറഞ്ഞു, വല്ലദീ നഫ്സു മുഹമ്മദിൻ ബിയദിഹി ലഖുലൂഫു ഫമി സ്സായിമി അത്യബു ഇൻദല്ലാഹി മിൻ റീഹിൽ മിസ്ക്. അള്ളാഹു തന്നെ സത്യം, നോമ്പുകാരൻ്റെ വായയുടെ മണം അത് അള്ളാഹുവിൻ്റെ അടുത്ത്. ഇത് സൂഫികൾ പലരും വ്യാഖ്യാനിച്ച് അതിൻ്റെ തെറ്റായ വശങ്ങളിലേക്ക് കൊണ്ട് ഹദീസാണ്. അവർ ചില ആളുകൾ ബോധപൂർവം പല്ല് തേക്കൂല എന്നിട്ട്, എന്നാൽ മണം കൂടുതൽ മോശമായാൽ കൂടുതൽ നന്നാവും നടക്കില്ല. ഇത് അള്ളാഹുവിൻ്റെ അടുക്കലാണ് നല്ല വാസനയുള്ളതാകുക. അതിൻ്റെ അർത്ഥം നിൻ്റെ വായയുടെ മണം ജനങ്ങൾക്ക് മോശമാക്കണമെന്നല്ല. മാത്രമല്ല നോമ്പുകാരന് പല്ല് തേക്കൽ സാധാരണ സമയത്ത് എപ്പോഴൊക്കെ സുന്നത്താണ് അപ്പോഴൊക്കെ സുന്നത്താണ്. പക്ഷേ നമുക്ക് വരാനുണ്ട്. ചില ആളുകൾ പറഞ്ഞേക്കാണ് സൂര്യൻ ബുഹറിൻ്റെ സമയം ആയിക്കഴിഞ്ഞാൽ പിന്നെ പല്ല് തേക്കുന്നത് ചിലർ മക്രൂഹാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ശരിയല്ല. നോമ്പുകാരനായിരിക്കെ ഒരാൾക്ക് പല്ല് തേക്കാം, യാതൊരു തടസ്സമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പുകാരനായിരിക്കെ പല്ല് തേച്ചിട്ടുണ്ട്. അപ്പോൾ പല്ല് തേക്കുന്നത് എപ്പോഴൊക്കെ സുന്നത്താണ് ആ സുന്നത്തൊക്കെ നോമ്പുകാരന് ബാധകമാണ്. അത് ഒഴിവാക്കേണ്ടതില്ല എന്ന് മാത്രമല്ല, ഒരിക്കലും എന്ത് ചെയ്യരുത്, അവനവൻ്റെ വായയുടെ വാസന വേറെ ആൾക്ക് പ്രയാസം ഉണ്ടാക്കുന്ന രൂപത്തിൽ എത്തിക്കരുത്. പല്ല് തേക്കുന്നത് കൂടുതൽ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തിൽ അവിടുന്ന് വളരെ ഗൗരവത്തിൽ കണ്ടിരുന്ന കാര്യം വായൻ്റെ മണം വേറെ ആൾക്കാർക്ക് പ്രയാസം ഉണ്ടാക്കുന്നത്. അപ്പോൾ പല്ല് തേക്കണം. ചില ആൾക്കാർ ഫിഖിൻ്റെ ആൾക്കാർ പഠിപ്പിക്കുന്നതാണ് പല്ല് തേക്കാൻ എങ്ങനെ പല്ല് തേക്കാൻ പാടുള്ളൂ, തൊടാൻ പാടുള്ളൂ, നനക്കാൻ പാടില്ല. തെറ്റാണത്, അങ്ങനെയില്ല. ദീന് തെറ്റായി തഫ്സീർ ചെയ്യുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആളുകളുടെ ഇടയിൽ ഇത് വളരെ മോശമായിട്ടാണ് ആളുകൾ മനസ്സിലാക്കുക. ദീൻ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വൃത്തി പഠിപ്പിച്ചിട്ടുണ്ട്, പല്ല് തേക്കാൻ പഠിപ്പിച്ചിട്ടുണ്ട്. വളരെയധികം ശക്തമായി കൽപ്പിച്ച കാര്യം. അവിടുന്ന് ഒരിക്കൽ പോലും ഹദീസിൽ പോലും എന്തില്ല പല്ല് തേക്കരുതെന്ന് പറഞ്ഞിട്ടില്ല. എന്നാൽ അതേസമയം മദ്മദത്ത് എന്താ പറഞ്ഞത്? വായിൽ വെള്ളം കൊപ്പിളിക്കുന്നത് ബാലിഗ് ഫിൽ ഇസ്തിൻഷാഖി, മൂക്കിൽ കയറ്റുന്നതിനെ കുറിച്ച്. മൂക്കിൽ വെള്ളം കയറ്റുമ്പോൾ നിങ്ങൾ നന്നായി മൂക്കിലേക്ക് വെള്ളം കയറ്റുക. ഇല്ല അൻ തകൂന സായിമൻ, നോമ്പുകാരനാണെങ്കിൽ ഒഴികെ, അല്ലേ ഒക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അവിടുന്ന് പല്ല് തേക്കാൻ പാടില്ലായിരുന്നെങ്കിൽ അവിടുന്ന് പറയുമായിരുന്നു. വലഹു ദഅവതു ലാ തുറദ്, നോമ്പുകാരൻ ഒരു പ്രാർത്ഥനയുണ്ട്, തള്ളപ്പെടാത്തൊരു ദുആ ഉണ്ട്. ആ പ്രാർത്ഥന നോമ്പ് തുറക്കുന്ന സമയത്താണ് എന്ന് ചില ഹദീസുകൾ വന്ന്. ചിലരത് സഹീഹാക്കിയിട്ടുണ്ട്, ചിലരത് ദഈഫാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ നോമ്പുകാരൻ്റെ പ്രാർത്ഥന സ്വീകരിക്കപ്പെടുന്ന പ്രാർത്ഥനയുണ്ട് എന്ന് പറഞ്ഞ ഹദീസിലും ചിലർ അഭിപ്രായ വ്യത്യാസം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എങ്കിൽ കൂടി നോമ്പുകാരൻ്റെ പ്രാർത്ഥന സ്വീകരിക്കപ്പെടാൻ നല്ല സാധ്യതയുണ്ട്. ആ ഹദീസ് പിന്നെ അതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്, ചെറിയ ദുർബലത അതിൽ പറയപ്പെട്ടിട്ടുണ്ട്. നോമ്പും ദുആവും തമ്മിൽ വലിയ ബന്ധമുണ്ട്. ഖുർആനിൽ അതിന് സൂചന ഉണ്ട്. കേട്ടല്ലോ, നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അഹ്സൻതു. നോക്കൂ, നോമ്പിനെ കുറിച്ച് സംസാരിക്കുന്നതിനിടയിലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ദുആഇനെ കുറിച്ചുള്ള ഖുർആനിലെ ഏറ്റവും നല്ല ആയത്തുകളൊന്ന് അവതരിപ്പിച്ചത്. ആ ആയത്തുകൾ വായിച്ചു നോക്കിയാൽ മനസ്സിലാവും. ഇത്രയും നേരം നോമ്പിനെ കുറിച്ചാണ് പറയുന്നത്, അതിന് ശേഷം നോമ്പിനെ കുറിച്ചാണ്. ഇതിനിടയിൽ പെട്ടെന്ന് വെച്ചാണ് എന്ത് പറയുന്നത്? ഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവത ദാഇ ഇദാ ദഅൻ ഫലിസ്തജീബു ലി വലിയുമിനു ബി ലഅല്ലഹും യർഷുദൂൻ. മാത്രമല്ല നോക്കൂ, സൂറത്തുൽ ബഖറയിൽ 7 സ്ഥലത്ത് അല്ലാഹു യസ്അലൂനക അനിൽ മഹീദ്, യസ്അലൂനക അനിൽ യതാമ, യസ്അലൂനക ഇങ്ങനെ, യസ്അലൂനക അനിൽ ഖംറി വൽ മൈസിർ, യസ്അലൂനക മാദാ യുൻഫിഖൂൻ, ഇങ്ങനെ 7 സ്ഥലത്ത് ഖുർആൻ യസ്അലൂനക ഉണ്ട്. അവർ നിന്നോട് ചോദിക്കുന്നു നബിയെ. എല്ലാ യസ്അലൂനക്കും എന്താ പിന്നുള്ളത്? ഫഖുൽ, നബിയെ നീ പറഞ്ഞു കൊടുക്കാനാണ്. എല്ലാ യസ്അലൂനിലും അങ്ങനെയുള്ളത്, ഇവിടെ മാത്രം അതില്ലാത്തത്. വഇദാ സഅലക ഇബാദി അന്നി ഫഖുൽ എന്നല്ല, എന്നെക്കുറിച്ച് എൻ്റെ അടിമകൾ ചോദിച്ചാൽ നബിയെ പറഞ്ഞു കൊടുക്കുന്ന അവിടെ ഇല്ല, അവിടെ ഫഖുൽ എന്ന് പറഞ്ഞില്ല. കാരണം അള്ളാഹുവിനോടുള്ള അടുപ്പത്തെക്കുറിച്ചും പ്രാർത്ഥനയെക്കുറിച്ചുമാണ്. അതിൻ്റെ ഉത്തരം അള്ളാഹു ഏറ്റെടുക്കുക ചെയ്ത്. ഫഖുൽ എന്ന് പറഞ്ഞില്ല. ഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്, നബിയെ പറഞ്ഞു കൊടുക്കാനും കൂടി പറഞ്ഞില്ല, ഞാൻ അടുത്താണ്. ഉജീബു ദഅവത ദാഇ ഇദാ ദഅൻ. സുബ്ഹാനല്ലാഹ്, അജീബാണത്. ബാക്കി എല്ലായിടത്തും യസ്അലൂനക അനിൽ ഖംറി വൽ മൈസിർ ഖുൽ ഫീഹിമാ ഇസ്മുൻ കബീർ, യസ്അലൂനക അനിൽ യതാമ ഖുൽ ഇസ്ലാഹുൻ ലഹും. ഇവിടെ അതില്ല.
അവർ ചോദിച്ചാൽ നബി പറഞ്ഞു കൊടുക്കുന്നില്ല, ഫഇന്നി ഖരീബ്, ഞാൻ അടുത്താണ്. ഉജീബു ദഅവത ദാഇ ഇദാ ദഅാൻ, എന്നോട് പ്രാർത്ഥിച്ചാൽ ഞാൻ ഉത്തരം കൊടുക്കും. എന്താ വാക്ക്, സുബ്ഹാനല്ലാഹ്. ഉജീബു ദഅവത ദാഇ ഇദാ ദഅാൻ. നോക്കൂ, അവൻ പ്രാർത്ഥിച്ചാൽ ഞാൻ ഉത്തരം കൊടുക്കും. തർത്തീബ് പോലും എങ്ങനെയാണ്? ഇങ്ങനെയാണ്. ഇദാ ദഅാനി ഉജീബു ദഅവതഹു എന്നല്ല, ഉജീബു ദഅവത ദാ, ഞാൻ ഉത്തരം നൽകുന്നതാണ്. എന്ത് ചെയ്യേണ്ടതുള്ളൂ? ഇദാ ദഅാൻ, പ്രാർത്ഥിച്ചാൽ മതി. ഫലിയസ്തജീബൂ ലി, അവരെനിക്ക് ഉത്തരം നൽകട്ടെ. വലിയുമിനൂ ബി, അവരെന്നെ വിശ്വസിക്കട്ടെ. ലഅല്ലഹും യർഷുദൂൻ. നോമ്പിൻ്റെ ഇടയിലാണ് ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു തആല പ്രാർത്ഥനയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ഫലാ ഇദ്ല ലഹു വലാ മസീൽ, നോമ്പിന് ഫലാ ഇദ്ല ലഹു, ഇതിലെന്താ? തുല്യമില്ല. അതെ, അതിൻ്റെ ബാക്കിയാണ്. അതിൽ നിന്ന് പറഞ്ഞാൽ നീതി എന്ന് പറഞ്ഞാൽ ഒരു അർത്ഥത്തിൽ നീതി തുല്യതയാണ്. നീതി തുല്യതയല്ല, പക്ഷെ നീതി പലപ്പോഴും എന്താണ്? തുല്യത നീതിയുടെ ഭാഗമാണ്. ഖുർആനിലും സുന്നത്തിൽ എന്തേ വന്നിട്ടുള്ളൂ? നീതി വന്നിട്ടുള്ളൂ, തുല്യത വന്നിട്ടില്ല. സമത്വം, കാരണം സമത്വം എന്ന വാക്കിനേക്കാൾ കൃത്യതയുള്ള വാക്കാണ് നീതി എന്നത്. സമത്വം എല്ലായിടത്തും നീതി ആയിക്കൊള്ളണമെന്നില്ല. 5 വയസ്സുള്ള കുട്ടിക്കും 10 വയസ്സുള്ള ആൾക്കും 20 വയസ്സുള്ള ആൾക്കും ഒരേ പ്ലേറ്റിൽ ഒരേ അളവിൽ ഭക്ഷണം കൊടുക്കാറുള്ളത് തുല്യതയാണ്, പക്ഷേ നീതിയല്ല. 20 വയസ്സുള്ളവന് കുറച്ച് കൂടുതൽ വേണ്ടി വരും, 5 വയസ്സുള്ള കുറച്ച് അത്ര വേണ്ട. നീതിയാണ് ഏറ്റവും നല്ല പദം. ഫലാ ഇദ്ല ലഹു വലാ മസീൽ, നോമ്പിന് പകരവുമില്ല, അതിന് തുല്യമായതുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസാണ്. അദീ ഇബ്നു ഹാത്തിം അവിടുന്ന് പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂൽ എനിക്കൊരു അമൽ പറഞ്ഞു തരണം, എനിക്കത് മുറുകെ പിടിക്കാനാണ്. അപ്പോൾ അവിടുന്ന് പറഞ്ഞു, അലൈക ബിസ്സൗം ഫഇന്നഹു ലാ ഇദ്ല ലഹു, ഈ നോമ്പ് നിർവഹിക്കുക, നോമ്പ് നോൽക്കുക, അതിന് തുല്യമില്ല. ഈ സമയം കുറേ ഇല്ലേ? ഫലാ ഇദ്ല ലഹു വലാ മസീൽ. ഇൻഷാ അല്ലാഹ് ബാക്കി നമുക്ക് അടുത്ത ദർസ് എടുക്കാം. ഖുലൂഫ് വായയുടെ മണത്തിനാണ് പറയാം. റീഹ് എന്ന് പറഞ്ഞാൽ മണത്തിനാണ് പറയാം. وهذا والله تعالى أعلم، وصلى الله وسلم وبارك على نبينا محمد وعلى آله وصحبه وسلم.